നിയമ ഉദ്ധരണികളിൽ സുവിശേഷങ്ങളിൽ അവസാനമായി ചമയ്ക്കപ്പെട്ടതും സുവിശേഷങ്ങളിൽ വേറിട്ട ചിന്തകളാൽ സമ്പന്നമായതുമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായിയും മർക്കോസും ലൂക്കോസും സമവീക്ഷണ സുവിശേഷങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്വവും ദാസ്യത്വവും മനുഷ്യത്വവും വിവരിക്കുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശു മാത്രം ദൈവം എന്നിത്യാദി ചിന്തകളാലാണ് യോഹന്നാന്റെ സുവിശേഷം ഇതൾ വിരിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിസ്തുഭക്തന്റെയും അകത്ത് ആവേശത്തിന്റെ അലമാലകൾ തീർക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് നിരവധി പ്രത്യേകതകളാണ്. പ്രത്യേകതകൾ നിരവധി എന്ന് പറയുമ്പോൾ മറ്റു 3 സുവിശേഷങ്ങളിൽ അത്ഭുതങ്ങളുടെ ധാരാളിത്തമുണ്ട്. 37 അത്ഭുതങ്ങളിൽ 3 സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ 29 അത്ഭുതങ്ങളെ കാണാൻ കഴിയും. എന്നാൽ യോഹന്നാനിൽ 8 അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ ദൈവത്വം വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതങ്ങൾ ഒരുപാട് പറയേണ്ടതാണ്. എന്നാൽ യോഹന്നാൻ അത്ഭുതങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നത്. അതിന്റെ അർത്ഥം അത്ഭുതം ചെയ്തതുകൊണ്ടല്ല യേശു ദൈവമായിരിക്കുന്നത്. ഇന്ന് ഒരുപാട് ദൈവങ്ങൾ അത്ഭുതം ചെയ്തതിന്റെ പേരിൽ ദൈവമായി, അത്ഭുതം നടന്നു എന്ന പേരിൽ ദൈവമായെങ്കിൽ യേശു ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം യോഹന്നാൻ ചമയ്ക്കുമ്പോൾ ഉപമകൾ ഒഴിവാക്കി. കർത്താവിന്റെ ഉപമകളുടെ സമ്പന്നത ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ കാണാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകൾ ഒഴിവാക്കി കഴിഞ്ഞു. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റു 3 സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ആശയങ്ങളും ആദർശങ്ങളുടെയും വിവരണങ്ങളാണ്. എന്നാൽ ആ വിവരണങ്ങൾ പലതും യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു വിവരണം കാണാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥന, ഗിരിപ്രഭാഷണങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം യോഹന്നാൻ ഒഴിവാക്കിയിരിക്കുന്നു. വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റു 3 സുവിശേഷകന്മാരും എഴുതാത്ത പലതുമുണ്ട്, അവർ കാണാത്ത പലതുമുണ്ട്, അവർ പറയാത്ത പലതുമുണ്ട്. അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ യോഹന്നാൻ 33 തിരുവയസ്സ് വരെയുള്ള കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയിൽ നിന്ന് മറ്റു 3 സംഘം കാണാത്ത ചിലതൊക്കെ എടുത്തെഴുതിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുകയാണ്. അതിൽ എടുത്തു പറയത്തക്കമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു 3 സുവിശേഷകന്മാർ വിവരിക്കാത്ത ചില സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ യോഹന്നാന്റെ സുവിശേഷം 18 വരെ ഒരു രാത്രിയാണ്. ഒറ്റ രാത്രിക്ക് വേണ്ടി 6 അധ്യായം മാറ്റിവെച്ചു. ഓർക്കണം, ഒരു രാത്രിക്ക് വേണ്ടി 6 അധ്യായം മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ പലതും പിശുക്കിയ 6 അധ്യായം കൊണ്ട് വിവരിക്കണമെങ്കിൽ രാത്രിയാണ് യേശുക്രിസ്തു എന്ന മഹാദൈവത്തിന്റെ മികവുള്ള പദ്ധതി വെളിപ്പെട്ടത്. ആ രാത്രി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥം മണ്ണിൽ അവതരിച്ച നസറായൻ മാനവകുലത്തിന്റെ കരത്തിലകപ്പെട്ട കഷ്ടാനുഭവത്തിന്റെ ആ രാത്രി യോഹന്നാൻ 6 അധ്യായം കൊണ്ട് വിവരിക്കുമ്പോൾ അവിടെയാണ് ഒരു ആത്മീയൻ അറിയേണ്ടത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ പ്രഭ ഒളിമങ്ങാതെ വെളിപ്പെട്ടത് ആ രാത്രിയിലാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആ രാത്രിയുടെ സംഭവങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് വിവരിക്കാം. ആ രാത്രി 13-ാം അധ്യായം പെസഹ ആചരണത്തിന്റെ കൃത്യമായ ഒരു നിർദ്ദേശവും ഉപദേശവുമാണ്. അത് കഴിഞ്ഞ് 14, 15, 16 കർത്താവിന്റെ അവസാന പ്രസംഗമാണ്. 17-ാം അധ്യായം കർത്താവിന്റെ അവസാന പ്രാർത്ഥനയാണ്. 18-ാം അധ്യായം കഷ്ടാനുഭവ
ദൈവത്തിന്റെ ഏടുകളാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ ഈ ഭൂമിയിലെ അവസാന ശുശ്രൂഷയുടെ അവസാന രാത്രി, ആ രാത്രിയിൽ യോഹന്നാൻ ആ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ആ രാത്രി എല്ലാവരും ഒഴിവാക്കി. പക്ഷെ യോഹന്നാൻ ഒഴിവാക്കാതെ എഴുതിയത് കഷ്ടതയുടെ വിവരണമല്ല, അവസാന പ്രസംഗത്തിന്റെ വിവരണമാണ്. ആ രാത്രിയിലെ സംഭവങ്ങൾ, കഷ്ടതയുടെ വിവരണങ്ങൾ മറ്റു 3 പേരും രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ വിവരിക്കുന്നത് കഷ്ടതയുടെ വിവരണമല്ല, പകരം ആ രാത്രി എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു പ്രസംഗം നടന്നിട്ടുണ്ട്. ആ പ്രസംഗം ആ രാത്രി എടുത്തെഴുതുക. ആ പ്രസംഗത്തെ നമ്മളത് മനസ്സിലാക്കാൻ പോവുകയാണ്. ആ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കർത്താവിന്റെ മറ്റ് പ്രസംഗ വേദികളിൽ ഉപമകളുണ്ട്. എന്നാൽ അവസാന പ്രസംഗത്തിൽ ഉപമകളില്ലാത്ത പ്രസംഗമാണ്. അതായത് മറ്റു പ്രസംഗവേദിയിൽ സാദൃശ്യത്തിലൂടെ സന്ദേശം തെളിയിച്ചെങ്കിൽ അവസാന പ്രസംഗത്തിൽ കർത്താവ് ഉപമകളൊന്നും പറയുന്നില്ല, സദൃശ്യമൊന്നും പറയുന്നില്ല, പകരം സ്പഷ്ടമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദേശത്തിന്റെ പൊതു സ്വഭാവമുണ്ട്, ഗ്രഹിക്കാൻ പ്രയാസമാണ്. ശിഷ്യന്മാരുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്ത് വല്ലാത്ത പിരിമുറക്കമുണ്ടായ രാത്രിയാണ്. ആ രാത്രി ആ സന്ദേശം അവരെ വല്ലാതെ കലക്കിക്കളഞ്ഞു, അവരുടെ ചിന്തകളെ കശക്കി എറിഞ്ഞ ആ രാത്രിയുടെ സന്ദേശം. സ്തോത്രം. ഇനി ആ സന്ദേശത്തെ വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേൾവിക്കാർ 11 പേര് മാത്രമാണ്. സ്തോത്രം. മറ്റ് പ്രസംഗവേദികളിൽ നിരവധി വ്യക്തികളുണ്ട്. യേശുവിന്റെ സന്ദേശത്തിന്റെ കുറവ് തേടി വന്നവരുണ്ട്, യേശുവിനെ വാക്കിൽ കുടുക്കാൻ വന്നവരുണ്ട്, കയ്യേറ്റം ചെയ്യുവാൻ വന്നവരുമുണ്ട്. അങ്ങനെ വിവിധ ചിന്താഗതികളുള്ളവരുള്ളപ്പോൾ കർത്താവിന്റെ അവസാന പ്രസംഗം കേൾക്കാൻ 11 പേര് മാത്രമാണ്. 11 പേരെന്ന് പറയാൻ കാരണം 13-ാം അധ്യായത്തിൽ കണ്ണം വാങ്ങി ഉടനെ സാത്താൻ യൂദയിൽ കടന്നു, ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന വാക്ക് കേട്ട് അവൻ പോയി കഴിഞ്ഞു. അപ്പോൾ സംഖ്യ 11 പരിമിതപ്പെടുന്നു. 11 പേരോട് മാത്രമുള്ള വിരിച്ചൊരുക്കിയ മാളിക മുറിയിലെ ഒരു സ്വകാര്യ സംഭാഷണമാണ് യോഹന്നാൻ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഈ സ്വകാര്യ സംഭാഷണമാണ് അവസാന പ്രസംഗമെങ്കിൽ ആ പ്രസംഗത്തിന്റെ പൊതു സ്വഭാവം എന്താണ്? 3 ഉദ്ദേശം ആ പ്രസംഗത്തിൽ കർത്താവ് തന്നെ പറയുന്നു. ആ സന്ദേശത്തിന് 3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം ഇതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ്. ആരുടെ ഹൃദയമാണ്? ഈ 11 ശിഷ്യന്മാരുടെ ഹൃദയമാണ്. അവരോട് പറയുന്നു, എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ കലക്കുന്ന നിരവധി പ്രതിസന്ധികൾ ആർത്തലച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ നിങ്ങളൊന്ന് ഉറപ്പിച്ചോണം, കലങ്ങരുത്. നിങ്ങൾ കലങ്ങാതിരിക്കാനാണ് ഈ സന്ദേശം. ഇന്ന് രാത്രിയിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിന്തകൾ അകത്ത് കയറി ആത്മീയരെ കണ്ട് ലോകം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവരെ കണ്ടിട്ട് കലക്കം ഉള്ളവരായി തോന്നുന്നില്ല. പലരുടെ മുഖം കണ്ടിട്ട്, പോക്ക് കണ്ടിട്ട്, നടപ്പ് കണ്ടിട്ട് ഇവർക്ക് എന്തൊക്കെയോ സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്, ഒരുപാട് വൈദേശിക നന്മ കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം വിവിധ നിലകളിൽ പറയുന്നതിന്റെ കാരണം മുഖത്ത് പതർച്ചയില്ല, തളർച്ചയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മീതെ തളരാതെ നിർത്തുന്നത് യേശു ക്രിസ്തുവിന്റെ അവസാന സന്ദേശമാണ്. ആർത്തലയ്ക്കുന്ന പ്രതിസന്ധിക്ക് മീതെ ഒരു ഭക്തനെ, ഒരു പടക് അമരത്ത് നിന്ന് നയിക്കുന്ന ലാഘവത്തോടെ ഈ വചനം കർത്താവിനാൽ നയിക്കപ്പെടുമ്പോൾ ഒരു ക്രിസ്തു ഭക്തന്റെ പടകിന് നേരെ ആർത്തലയ്ക്കുന്ന പ്രതിസന്ധിക്ക് അവനെ തകർക്കാൻ സാധ്യമല്ല. ഉയർന്നു വരുന്ന ഏതെല്ലാം പ്രതിസന്ധികൾ ആർത്തലച്ചു വന്നാലും ഒരു ക്രിസ്തു ഭക്തന് ഉറപ്പോടെ പറയാൻ പറ്റും, ഇതൊന്നും എന്നെ തകർക്കയില്ല. കാരണം ഞാൻ തളരാതിരിക്കുന്നത് യേശു ക്രിസ്തു അരുളിയ വചനത്തിലാണ്. തളരരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ്, അതാണ് ഈ സന്ദേശത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി. അതുകൊണ്ടാണ് ക്രിസ്തു സഭ ഇതുവരെ തളർന്നു പോയിട്ടില്ല. എത്ര തീവ്രമാണ് ഇത് ഞാൻ പറയുമ്പോൾ. സന്ദേശം കേട്ട ആ ഭക്തന്മാർ മരണസമയം വരെ അവർ തളർന്നിട്ടില്ല.
പ്രതിസന്ധികൾ ആർത്തലച്ചിട്ടും തളർന്നിട്ടില്ല. ഇന്നും ദൈവസഭ തളരാതെ അനുസ്യൂതം അതിന്റെ യാത്ര തുടരുന്നത് ഇവിടെന്തെങ്കിലും നേടാമെന്നുള്ള ചിന്തകൾ കൊണ്ടല്ല. ഈ തളരാതെ നിൽക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം നസറായൻ അരുളിയ മഹനീയ സ്വകാര്യ സംഭാഷണമാണ് ദൈവസഭയെ തളരാതെ നിർത്തുന്നത്. രണ്ട്, എന്താണ് സന്ദേശത്തിന്റെ പൊതു സ്വഭാവം? യോഹന്നാൻ 16:1 വാക്യമുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ. ഈ സന്ദേശം അതിന്റെ അർത്ഥം എന്താ? ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരവധി ഉപദ്രവങ്ങളിലൂടെ കടക്കേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ ഈ സന്ദേശം പറയുന്നത് നിങ്ങളെങ്കിൽ ഇടറാതിരിക്കാൻ. ഈ വാക്ക് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ 11 ശിഷ്യന്മാർക്കും സംഭവിച്ച കാര്യം എന്താ? അതിൽ 10 പേരും രക്തസാക്ഷികളായിരുന്നു. ആ 10 പേരും രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ അവരുടെ മരണസമയത്ത് പ്രതികരണങ്ങൾ വിചിത്രമായിരുന്നു. അന്ത്രയോസിനെ ഗ്രീസിൽ വെച്ച് എക്സ് പോലുള്ള ക്രൂശിലാണ് തറയ്ക്കുന്നത്. താൻ ആ ക്രൂശിൽ കടന്ന് 72 മണിക്കൂർ യേശുവിനെ ഉറക്കെ പ്രസംഗിക്കുക. ഓർക്കണേ, മരണസമയത്തും യേശുവിനെ പ്രസംഗിക്കാൻ അന്ത്രയോസെ അങ്ങയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? നിങ്ങൾ എങ്കലിടറിപ്പോകാതിരിക്കാൻ. അവസാനം കേട്ട സ്വകാര്യ സംഭാഷണം മരണസമയത്തും അവരുടെ ചിന്തകളെ മാറ്റിക്കളയുകയാണ്. പത്രോസ് തന്റെ സഹോദരൻ പത്രോസിനെ റോമൻ കിരാതവാഴ്ചയിൽ പിടിക്കുകയാണ്. പത്രോസ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്, സഹോദരന്മാരെ, എന്നെ ക്രൂശിക്കുമ്പോൾ തലകീഴായി വേണം ക്രൂശിക്കാൻ. അവരുടെ ചോദ്യം, എന്തിനാണ് അങ്ങനെ? ആവശ്യം ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടി ജീവൻ തന്നവന്റെ പാദം ചുംബിച്ചു വേണം എനിക്ക് മണ്ണിനോട് മടങ്ങാൻ. ഓർക്കണേ, മരണം എന്നത് കേട്ട് പലരും ഓടിയൊളിക്കുമ്പോൾ, ഭയന്നു മാറുമ്പോൾ ഒരു ഭക്തൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, തലകീഴായി ക്രൂശിക്കണമെന്ന്. എന്നിന്റെ പ്രതികൂലങ്ങൾ പലതും പലരെയും കർത്താവിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ, ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ 72 കോടി രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം വരിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ വാരിശ്ശേരിയിൽ കൂടിയിരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം തന്നെ 4898 പേരെ രക്തസാക്ഷികളായി ഭാരതത്തിൽ നൽകി. ഇത് മാത്രമാണോ? 9000-ത്തിലധികം അഭിഷിക്തന്മാർ ജയിലറകളിലാണ്. കണക്കുള്ളതാണ്, കണക്കില്ലാതെ എത്രയെത്ര. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ഒരുപക്ഷെ അടുത്ത ദിനങ്ങൾ ഞാനോ നിങ്ങളോവാകാൻ രക്തസാക്ഷികൾ. എന്നാലും ഈ പ്രസ്ഥാനം പതറിയിട്ടില്ല. നേതാവ് രക്തസാക്ഷി, പിന്നണിയിലുള്ളവർ രക്തസാക്ഷി. ഇത്രത്തോളം രക്തസാക്ഷികൾ വന്നിട്ടും ഇതിന്റെ വളർച്ച മുരടിച്ചിട്ടില്ല. ഇന്നും വൻകരകളെ പിടിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ശക്തിയായി സുവിശേഷം മാറുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ പറയാൻ ഒരു കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചലിക്കുന്നത് കർത്താവ് അരുളിയ ഒരു സ്വകാര്യ സംഭാഷണം. നിങ്ങൾ എങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ. ഹല്ലേലൂയ. അവസാന സന്ദേശത്തിന്റെ സ്വഭാവം കണ്ടോ? അതുകൊണ്ട് തന്നെ കയ്യാമം വെച്ചത് കൊണ്ടോ കൽത്തുറുങ്കിൽ അടച്ചത് കൊണ്ടോ സുവിശേഷത്തിന്റെ മാർഗം അടയപ്പെടുകയില്ല. സുവിശേഷം എവിടെയെല്ലാം ശക്തി തെളിയിച്ചു എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഉച്ചഭാഷണയിലൂടെ ഞാൻ പറയുമ്പോൾ ഏറ്റവും വലിയ സുവിശേഷ വിരോധികളുള്ള നാട് എന്ന് ചോദിച്ചാൽ ചൈനയെന്ന് ലോകം പറയും. എന്നാൽ ഓർക്കണം, ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെടുന്നത് എവിടെയെന്ന ചോദ്യത്തിന് ഒരേ ഉത്തരമേ ഉള്ളൂ, ചൈന തന്നെയാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കാം, 2ാം സ്ഥാനത്തൊരു നാടുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യമാണെന്നാണ് അഭിമാനപുരസരം പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ തലമുക്കുമ്പോൾ ഭക്തന്മാർ തല കുനിയുകയല്ല, അവന്റെ തല ദൈവത്തിങ്കലേക്ക് ഉയരുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തി അനുസ്യൂതം അതിന്റെ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ക്രിസ്തു ഭക്തന് പറയാൻ പറ്റും, ഇടറാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം അതായത് യേശു ക്രിസ്തുവിന്റെ സ്വകാര്യ സംഭാഷണമാണ്. ആ പ്രസംഗത്തിന്റെ 3ാമത്തെ പൊതു സ്വഭാവം യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 12 കർത്താവ് പറയുകയാണ്, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകാനാ. ഇന്ന് രാത്രിയിലും
കർത്താവിന്റെ ഈ സ്വകാര്യ സംഭാഷണത്തിന്റെ മൂന്നാമത്തെ പ്രവൃത്തി, യേശുവിൻ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകാൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഉച്ചഭാഷണയുടെ ശബ്ദപരിധിയിൽ സന്ദേശത്തിന്റെ യേശുക്രിസ്തുവിന്റെ സ്വകാര്യ സംഭാഷണത്തിന്റെ ആ രഹസ്യം വെളിപ്പെട്ടപ്പോൾ വഴിവക്കിലും തെരുവോരത്തും കടത്തിണ്ണയിലും നാലുകെട്ടിനകത്തുമൊക്കെ ശ്രദ്ധിക്കുന്നവർക്കൊരു ചിന്തയുണ്ടാകും, ഇത്ര പ്രാധാന്യതയുള്ള ആ സ്വകാര്യ സംഭാഷണം എന്തെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അതെ, ഇന്ന് രാത്രി എന്റെ ഉദ്ദേശം അതാണ്. ഞങ്ങളോട് മാത്രമായി ഞങ്ങളെ ഇത്ര പണിതെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വകാര്യ സംഭാഷണം ഉച്ചഭാഷണയിലൂടെ പറയാൻ പോവുകയാണ്. തിരക്ക് പിടിച്ച് ജീവിത യാത്രയിൽ നിങ്ങൾ ഇനിയുള്ള നിമിഷം സാഗൂഢം ശ്രദ്ധിക്കുക. കാരണം യേശു തന്റെ സഭയെ 3 ഉദ്ദേശങ്ങളിലൂടെ പണിതെടുത്ത തീവ്രമായ സ്വകാര്യ സംഭാഷണം. ഒരുപക്ഷെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഞാനും എന്റെ സന്ദേശം തുടരുന്നു. യേശുവിന്റെ സ്വകാര്യ സംഭാഷണത്തിന്റെ 5 ഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് ഇവിടെ ഒരു ക്രിസ്തു ഭക്തൻ ധൈര്യപ്പെടാൻ, ഇടറാതിരിക്കാൻ, സന്തോഷം പൂർണ്ണമാകാൻ ഈ വാക്യത്തിൽ, ഈ വായിച്ച വാക്യത്തിൽ 3 ധൈര്യപ്പെടുത്തലുകളുണ്ട്. 3 കാര്യങ്ങളാണ്. 1, ഞാൻ പോകുന്നു. 2, സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ പോയതുപോലെ വരും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ കേൾക്കൂ, എന്താണ് ആ ധൈര്യപ്പെടുത്തൽ? ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഇനി നിങ്ങൾ കലങ്ങണ്ട. 2, എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾക്കും ഭവനമായി മാറുകയാണ്. അനേക വാസസ്ഥലമുണ്ട് നിങ്ങൾക്ക്. 3, ഞാൻ പോയതുപോലെ വരും, നിങ്ങൾ കലകണ്ട. ഇന്ന് രാത്രി 3 കാര്യം സമയബന്ധിതമായി പറയാനാണ് എൻ്റെ ശ്രമം. എങ്കിലും 3ഉം പറഞ്ഞില്ലെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്തും. ഒന്നെങ്കിലും പറയും. ഞാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, നിങ്ങൾ കലകണ്ട. ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ 8 തവണ ആവർത്തിക്കുന്ന വാക്കാണ് ഞാൻ പോകുന്നു. 8 തവണയും പോകുന്നു എന്ന് വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യന്മാരുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്തു വല്ലാത്ത പിരിമുറുക്കമായി. അവർ കരങ്ങുകയാണ്, അവർക്ക് വല്ലാത്ത ആധിയാണ്. അവർക്ക് എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല, വഴി അറിയില്ല. ഈ ചോദ്യങ്ങൾ അവരെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ കർത്താവ് അവരെ ധൈര്യപ്പെടുത്താൻ പറയുന്നു, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, നിങ്ങൾ കലങ്ങണ്ട. ഞാൻ ആ വാക്കിനെ പെട്ടെന്ന് ഒന്ന് വിവരിക്കാൻ പോകുകയാണ്. ഞാൻ പോകുന്നു, ഈ വാക്ക് 3 നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. 1, ഞാൻ പോകുന്നു എന്നതിന്റെ ഒന്നാമത്തെ വിവരണം, ഞാൻ പോകുന്നു, കലങ്ങണ്ട. ആര് കലങ്ങണ്ട? പാപി കലങ്ങണ്ട. കാരണം സ്ഥലമൊരുക്കാൻ പോകുകയാ. എവിടേക്ക്? ക്രൂശിലേക്ക്. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ. 1, ഞാൻ പോകുന്നു ക്രൂശിലേക്ക്. ആർക്കു വേണ്ടി? പാപിക്ക് വേണ്ടി. അതുകൊണ്ട് പാപി കലങ്ങണ്ട. 2, ഞാൻ പോകുന്നു എവിടേക്ക്? സ്വർഗത്തിലേക്ക്. എന്തിന്? പരിശുദ്ധാത്മാവിനെ നൽകാൻ. അതുകൊണ്ട് സഭ കലങ്ങണ്ട. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ 2 കാര്യം പെട്ടെന്ന് പറയാൻ പോവുകയാ. അപ്പോൾ 1, പാപി കലങ്ങേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? യേശു ക്രൂശിലേക്ക് പോവുകയാ. യേശു ക്രൂശിലേക്ക് പോയത് കൊണ്ട് പാപിക്ക് ലഭ്യമായത് എന്താണ്? പാപിക്ക് യേശു ക്രൂശിലേക്ക് പോയപ്പോൾ ലഭ്യമായത് അർഹതയില്ലാത്ത ഇടമാണ്. അതായത് സ്ഥലം ഒരുക്കാൻ പോവുകയാ. ആർക്ക്?
പാപിക്ക് സ്ഥലം ഒരുക്കും മുൻപിൽ ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെടുകയാണ്, ദൈവിക സാമീപ്യം നഷ്ടപ്പെടുകയാണ്, ദൈവത്തിന് ശത്രുവായി മാറുകയാണ്. മാനവൻ പാപത്തിന്റെ ശമ്പളം മരണമെന്ന മേലെഴുത്തും ഒട്ടിച്ച് നരകത്തിലേക്ക് തിരിയാൻ തുടങ്ങി, ദൈവത്തിന് ശത്രുവായി. എന്താ അവിടെ സംഭവിച്ചത്? ആദം ഹവ്വ ദമ്പതിമാരെ തോട്ടത്തിന്റെ പുറത്താക്കി ഏദൻ പർദീസയിലേക്കുള്ള വാതിൽ അടച്ചു. വാതിൽ അടയ്ക്കുക മാത്രമല്ല, അവിടെ കെരൂബുകളെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ിരിക്കുമ്പോൾ സക്കറിയ പ്രവാചക പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: വാളെ ഉണരുക, ഇടയനെ വെട്ടുക. കാൽവറി എരിവുകളിൽ നസ്രായൻ കഷ്ടാനുഭവത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ എഴുതുകയാണ്, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. എവിടെ? തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുമ്പോൾ ഇനി ഈ വഴി ഒന്ന് തുറന്നൊരുവന് ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വാളിൻ ഇരയായി മാറിയേ മതിയാവൂ. അങ്ങനെ ഇരിക്കവേ ഇടയനായവൻ ആ വാളിന്റെ മുൻപിൽ ശിരസ് വെച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് കാൽവറിയിൽ അരങ്ങേറുന്നതെങ്കിൽ പ്രവാചകൻ വീണ്ടും പ്രവചിക്കുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതിന്റെ അർത്ഥമേതൻ പൂങ്കാവനം മുതൽ മാനവകുലത്തിന്റെ മുൻപിൽ അടഞ്ഞുപോയ, പാപം നിമിത്തം അടഞ്ഞുപോയ കവാടങ്ങൾ കാൽവറിയുടെ ഗിരിമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രക്താഭിഷിക്തനായി കീറലുകളും മുറിവുകളുമായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ സ്വന്തം അവൻ ശരീരം ശീലകൾക്ക് തുല്യമായി ചിന്തപ്പെട്ടവനായി കാൽവറിയിൽ പിടയ്ക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മുൻപിലേക്ക് ഭാവിയായ മനുഷ്യന് മുൻപിൽ വാതിലുകൾ ഒന്നൊന്നായി തുറക്കപ്പെടുകയായിരുന്നു. നസ്രായന്റെ കാൽവറിയിലേക്കുള്ള യാത്ര, യേശുവിന്റെ കാൽവറി ബലിമരണം, പാപിക്ക് മുൻപിൽ 4 വാതിലുകൾ തുറന്നു കിട്ടി. ഒരു സ്തോത്രം പറയാമോ? അതുകൊണ്ട് ആ പാപിക്ക് കലങ്ങേണ്ട കാര്യമില്ല. 4 വാതിലുകൾ തുറന്നു. ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം, 4 പറയാൻ നിന്ന മീറ്റിംഗ് 2 രാത്രിയാക്കേണ്ടി വരും. അപ്പോ 4 വാതിലുകൾ തുറന്നു കിട്ടി. അത് കേൾക്കുമ്പോഴാണ് പാപി ഇനി കലങ്ങണ്ട. സ്തോത്രം. വായിക്കേണ്ടത് ലൂക്കോസിന്റെ സുവിശേഷമാണ്, 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. കാൽവറിയിൽ നസ്രായൻ കഷ്ടാനുഭവത്തിന്റെ ഓരോ ചുവടുകളും വയ്ക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർ, കടന്നു പോകുന്നവർ, കൂടെ കിടക്കുന്നവരുടെ നിന്ദകൾ ഉയരുകയാണ്. ആ വേള കർത്താവിന്റെ സപ്തമൊഴി പ്രവാഹം. 1-ാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ മൊഴി കേട്ട മാത്ര ചുറ്റും നിശബ്ദത പങ്കിട്ട് നിൽക്കുമ്പോൾ നസ്രായനെ നോക്കി തസ്കരന്റെ യാചനയാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ നോർക്കാമോ? അവനോട് നസ്രായൻ പറയുന്നു, 2-ാമത്തെ മൊഴി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. എത്ര ശ്രേഷ്ഠമാണ്! കാൽവറിയുടെ ഗിരിമുകളിൽ തുറക്കപ്പെട്ട, പാപിക്കു മുമ്പിൽ തുറന്ന 1-ാമത്തെ വാതിൽ പർദീസയിലേക്കുള്ള വാതിലാണ്. പർദീസയിലേക്കുള്ള വാതിൽ എന്ന് പറയുമ്പോൾ ഈ പർദീസ ഏതാ? ഇത് പിതാവായ ദൈവമിരിക്കുന്ന സ്വർഗപർദീസയാണോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം വരുമ്പോൾ കർത്താവിന്റെ കല്ലറയ്ക്കലേക്ക്, അടയപ്പെട്ട കല്ലറയിലേക്ക് യേശുവിന്റെ അമ്മയും ശലോമയും മഗ്ദലനക്കാരെത്തി മറിയും. ഇരുട്ടുള്ളപ്പോൾ പോകയാ, അധികാലത്തെ പോകയാ. അവർക്കൊരു നൊമ്പരമുണ്ട്. ആരാ കല്ലുരുട്ടി മാറ്റും?
നൊമ്പരത്തോടെ കല്ലറയ്ക്കലേക്ക് ചെല്ലുമ്പോൾ അവരുടെ നൊമ്പരം അറിഞ്ഞ് കല്ലുരുട്ടി അതിന്റെ മേൽ ദൂതൻ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു ദൂത് ഞരങ്ങി വന്ന ചിലരോട് പറയാം, ആരിതൊന്ന് ഉരുട്ടി മാറ്റും, ആരെന്നെ ഒന്ന് സഹായിക്കും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നൊമ്പരപ്പെടുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ആരാലും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആരാലും നീക്കാൻ കഴിയാത്ത പ്രശ്നം, ആരാലും മാറ്റാൻ കഴിയാത്തതാണ്. പക്ഷെ ഇന്ന് രാത്രി യേശുവിനാൽ ചിലത് നീങ്ങി മാറാൻ പോവുകയാണ്. ചില കല്ലുരുണ്ട് മാറുന്നത് പോലെ ചില പ്രതികൂലങ്ങൾ ഉരുണ്ട് മാറാൻ പോവുകയാണ്. ചില പ്രതിസന്ധികൾ ഉരുണ്ട് മാറാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിന്റെ പക്ഷത്ത് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ ദൂതനിറങ്ങി ചിലത് ഉരുട്ടിക്കളയാൻ പോവുകയാണ്. സ്തോത്രം. കല്ലുരുണ്ട് മാറി. അവരോട് ചോദിക്കുന്നു, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ആഹ്ലാദമായി. ശലോമ മറിയയുടെ സഹോദരി ആഹ്ലാദമായി. അവർ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോകുമ്പോ മഗ്ദലനക്കാരത്തിയോട് ചോദിച്ചു, മോളെ മഗ്ദലനക്കാരത്തി, നീ വരുന്നില്ലേ? അവളുടെ മറുപടി, കൊച്ചമ്മ പോകോ, ഞാൻ ഇത്തിരി കഴിഞ്ഞു വരാം. അവൾ അവിടെ നിൽക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനും യേശുവിനെ സ്നേഹിച്ച ശിഷ്യനും വരികയാണ്, പത്രോസും യോഹന്നാനും. അവർ വന്ന് ശീലകൾ കണ്ട് അവരും പോകുമ്പോ അവരും ചോദിച്ചു, മറിയ സിസ്റ്ററെ വരുന്നില്ലേ? അവളുടെ മറുപടി, നിങ്ങൾ പോക്കോ സഹോദരന്മാരെ, ഞാൻ വരുന്നില്ല. ഇവരെല്ലാരും പോയിട്ടും ഇവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക, അവൾ കരയുകയാണ്. എന്റെ ചോദ്യം, അല്ലയോ മഗ്ദലനക്കാരത്തി മറിയേ, യേശുവിന്റെ അമ്മയും ശലോമയും മടങ്ങിയിട്ടും നീ മടങ്ങാത്തതെന്താ? യേശു സ്നേഹിച്ചവരും യേശുവിനെ സ്നേഹിച്ചവരും പോയിട്ടും നീ പോകാത്തതെന്താ? യേശു ഉയർത്തു എന്ന് ഒരു വലിയ വാർത്ത കേട്ടിട്ട് അവരെല്ലാം പോയിട്ടും നീ കരഞ്ഞു നിൽക്കുന്നതെന്താ? കാരണം ഇവരാരും ശ്രദ്ധിക്കാത്തത് ഇവളുടെ കണ്ണിലുടക്കി. യോഹന്നാൻ 20:7 യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന റൂമാൽ മറ്റൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അത്രേ ഉള്ളൂ. ഈ കാഴ്ച എല്ലാരും കണ്ടതാ. പക്ഷെ എല്ലാരും കണ്ടു ചുരുട്ടി, മലയാളത്തിൽ ചുരുട്ടി. പക്ഷെ ഗ്രീക്കിൽ നമ്മൾ അത് വായിക്കുമ്പോ എൻടൂലിസോ എന്ന് പറഞ്ഞാൽ ചുരുട്ടിയതല്ല, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. യേശുവിന്റെ റൂമാൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ശ്രദ്ധിക്കണേ, യേശുവിന്റെ റൂമാൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഉറപ്പല്ലേ ഉയർത്തുന്ന? യേശു ഉയർത്തുന്ന ഉറപ്പല്ലേ? എന്നിട്ടും മറിയ കരയുന്നത് എന്താ? ഇതിന്റെ പിന്നിൽ ഒരു സംസ്കാരമുണ്ട്. ഇത് റബ്ബി സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്താ അർത്ഥമെന്നറിയാമോ? റബ്ബി എവിടെ പോയാലും റൂമാൽ ചുമലിൽ കാണും. ഭക്ഷണത്തിനിരിക്കുമ്പോൾ റൂമാൽ ആ ഡൈനിങ് ടേബിളിന്റെ കോർണറിൽ മടക്കി വെച്ചിട്ടാണ് റബ്ബി ഭക്ഷണത്തിനിരിക്കുന്നത്. അപ്പോൾ റബ്ബിയെ ശുശ്രൂഷിക്കുന്ന ബാല്യക്കാരൻ അദ്ദേഹം സെർവ് ചെയ്യുമ്പോൾ ലക്ഷ്യം, ശ്രദ്ധ മുഴുവനും ഈ മടക്കി വെച്ച റൂമാലിലാണ്. കാരണം റബ്ബി ഭക്ഷണം കഴിച്ച് തൃപ്തനായാൽ മതിയെന്ന് പറയല്ല, റൂമാൽ ചുമലിലെടുത്തിട്ടിട്ട് പോകയാ. അപ്പോൾ ബാല്യക്കാരൻ അറിയാം, റബ്ബി തൃപ്തനായി ഡൈനിങ് ടേബിൾ ക്ലിയർ ചെയ്യാം എന്നുറപ്പ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭത്തിൽ റബ്ബി എഴുന്നേറ്റ് പോകും. ആരെങ്കിലും അതിഥികളോ അപ്രതീക്ഷിതമായി ഏതെങ്കിലും സാഹചര്യത്തിൽ എഴുന്നേറ്റ് പോയാൽ ബാല്യക്കാരന്റെ ശ്രദ്ധ ഈ റൂമാൽ ടേബിളിൽ ഉണ്ടോന്ന. റൂമാൽ ടേബിളിൽ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ബാല്യക്കാരൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. കാരണം എന്റെ റബ്ബി തൃപ്തനായിട്ടല്ല പോയത്, ഇവിടെ എവിടെയോ ഉണ്ട്, ഉടനെ വരും. പിടികിട്ടുന്നുണ്ടോ? ഇതാ റബ്ബി സംസ്കാരത്തിന്റെ ഭാഗമെങ്കിൽ റബ്ബൂനി എന്നെല്ലാം വിളിക്ക് കാതുകൂർപ്പിച്ച നസ്രായനെ ഈ മഗ്ദലനക്കാരത്തിക്ക് അറിയാം. യേശുവിന്റെ അമ്മയും സലോമയും യോഹന്നാനും ശീമോനും പോയിട്ടും ഈ മഗ്ദലനക്കാരത്തി പോകാത്തത്
അവൾക്കറിയാം റൂമാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ റബ്ബി പോയിട്ടില്ല, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവൾ കരയുന്നത് അവനെ കിട്ടാതെ, അവനെ കാണാതെ ഞാൻ മടങ്ങത്തില്ലെന്ന് നൊമ്പരപ്പെട്ട് കരയുമ്പോൾ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. അവളുടെ മുൻപിൽ നസ്രായൻ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. നിന്റെ നൊമ്പരത്തിന്റെ മുൻപിൽ ആരെല്ലാം മാറിയാലും മാറാത്ത ഒരുവൻ ഇന്ന് രാത്രി നിന്റെ അരിയത്ത് ഇറങ്ങാൻ പോയാ. Praise the Lord. സ്തോത്രം. സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ മഗ്ദലനക്കാരിക്ക് ഹാജര് വെച്ചെന്നു. അതല്ലേ കരച്ചിലിന്റെ പവർ. അതുകൊണ്ട് ഇന്ന് രാത്രി മസില് പിടിക്കണ്ടെന്നേ കർത്താവിന്റെ മുൻപിൽ അപ്പാദം പറഞ്ഞൊന്ന് വീണേ. സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ മഗ്ദലനക്കാരിക്ക് ഹാജര് വെച്ചിട്ട് പറയുക, മറിയേ എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അരികിൽ പോയിട്ടില്ല. ഓ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രശ്നം വലുതായിരിക്കും, പ്രതികൂലം വലുതായിരിക്കും, സഹായിക്കാൻ ആരുമില്ലായിരിക്കും. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം. യേശുവേ, എന്നെ കൈവിടരുത്. യേശുവേ, എന്നെ സഹായി. ജാതി ഏതുമാകട്ടെ, മതം ഏതുമാകട്ടെ, സഭ ഏതുമാകട്ടെ, ഇന്ന് രാത്രി യേശുവിനെ മാത്രമേ നിന്റെ പ്രശ്നത്തിന്റെ ആഴമറിയൂ. സ്തോത്രം. കഥ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. മറിയനെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അരികിൽ പോയിട്ടില്ല. അപ്പൊ ചോദ്യം, തമ്പുരാനെ, പിതാവിന്റെ അരികിൽ പോയില്ലെങ്കിൽ ആ കള്ളനോട് പറഞ്ഞത് എന്തായിരുന്നു? എന്നുമേ എന്നോടുകൂടെ പരദീസയിൽ. അങ്ങനെങ്കിൽ പിതാവായ ദൈവമിരിക്കുന്ന സ്വർഗത്തിലേക്കല്ല കള്ളനുമായി പോയത്, പിന്നെ എവിടേക്കാ? പരദീസ. ഈ പരദീസ എവിടാ? ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് ഓഫറിങ്ങിന് സമയമെടുക്കും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ. ഇപ്പോൾ സ്തോത്രകാഴ്ചയൊക്കെ നിങ്ങളൊന്ന് കയ്യിലൊക്കെ എടുത്തോണം. പാട്ടുകാരൊക്കെ നിങ്ങളും ഡ്രമ്മും സൈട്രമും ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കണം. സ്തോത്രം. ഏതായാലും 20 എന്ന് പറഞ്ഞ് 25 30 ആയാലും ഇത് തീർത്തിട്ടും മതി സ്തോത്രകാഴ്ച. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് റെഡി ആയിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലം ഒരുക്കാൻ പോകണ്ടേ. അപ്പം അത് പറയണ്ടേ. അപ്പം ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ട് വേണം അത് പറയാൻ. പുറത്ത് നിൽക്കുന്നവരവർക്ക് പെട്ടെന്ന് പറവാസേ. കാരണം ഈ സ്വകാര്യ സംഭാഷണം ഇത്രയ്ക്ക് വലുതാണ്. അപ്പൊ ഏതാണ് ഈ പരദീസ? പരദീസ ഏതാണെന്ന് അറിയണമെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമ നഗരിയെ കുറിച്ച് അറിയണം. പഴയ നിയമ ആളുകളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിൽ മരിച്ചവരെവിടെ പോയെന്നറിയണം. അതറിഞ്ഞാലേ ഈ പരദീസയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. യോസഫ് എന്ന വിശുദ്ധനായ മനുഷ്യൻ മരിച്ചെന്ന വെളിപ്പെടുത്തൽ തന്റെ മക്കളിലൂടെ അറിഞ്ഞ യാക്കോബ് കരഞ്ഞു നിലവിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്. ഉൽപ്പത്തി 37:35, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങും. ഇവിടെ യാക്കോബ് ഉറപ്പിച്ചു പറയുന്നു, പാപം ചെയ്യാതെ വസ്ത്രമിട്ടിട്ടോ പാപത്തെ വിട്ടോടിയ എന്റെ മകൻ യോസഫ്, വിശുദ്ധി കാത്തു സൂക്ഷിച്ച സ്വപ്നക്കാരനായവൻ മരിച്ചെങ്കിൽ പോയത് പാതാളത്തിലാണ്. ഇനി ഞാനോ പാതാളത്തിൽ ചെന്ന് അവനെ കാണും. ഉറപ്പ്. ഈ രണ്ടുപേരും ഉറപ്പിക്കുകയാണ് പാതാളത്തില. ഇനിയും പുരാതന ഭക്തൻ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് എഴുതി തള്ളിക്കളയരുത്. ജോബ് 10 മക്കൾ മരിച്ചു ശവപ്പെട്ടി നിരത്തി വെക്കുമ്പോ ആദരാഞ്ജലി അനുശോചനം പറഞ്ഞ ആളുകൾ വരുമ്പോ 2 മിനിറ്റ് സാക്ഷ്യത്തിന് സമയം കൊടുത്തു. ജോബിനെ എഴുന്നേറ്റ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആശ്വസിപ്പിക്കാൻ വന്നവരിടയ്ക്ക് ഭാര്യ രൂക്ഷമായി നോക്കുക. ജോബച്ചാൻ ഇത് എന്നതാ പറ്റിയത്? 10 മക്കളെക്കാൾ വലുതാണോ മനുഷ്യ നിങ്ങൾക്ക് ഈ ഭക്തി? സമ്പത്തെല്ലാം പോയി, ആടും മാടും ഒട്ടകവും കഴുതയെല്ലാം പോയി. എല്ലാരും ആശ്വസിപ്പിക്കാൻ നിൽക്കുമ്പോ ഭാര്യയും വിഷമത്തോടെ നിൽക്കുക. ചായ മിക്കവാറുണ്ട് ഹാർട്ട് അറ്റാക്ക് വരും. ഉള്ളിതാ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഭാര്യയുടെ നോട്ടം ഈ മനുഷ്യന് പണത്തെക്കാൾ വലുതാണോ ഭക്തി? സ്തോത്രം. അല്പം കഴിഞ്ഞു വ്രണം ബാധിച്ചു, മാംസം ഇറുന്നിറന്നു വീഴുകയാ.
ചാക്കുശീല ധരിച്ച് ചാരം വാരിയിട്ട് ചുരണ്ടിയിരിക്കുമ്പോ അസഹ്യമായ ദുർഗന്ധത്തോടിരിക്കുന്ന പ്രിയതമനെ ശ്രദ്ധിച്ചപ്പോ ദാ പിടികിട്ടി പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും. അതിന്റെ അർത്ഥം ഇത്രയൊന്നും വേണ്ട ഭക്തി കളയാൻ. സമ്പത്ത് പോയാൽ ഭക്തി പോകും, പണം പോയാൽ ഭക്തി പോകുന്നവരുണ്ട്. പലരും ഭക്തിയെ പണം നേട്ടത്തിന് കാരണമാക്കുന്നു. സമാധാനവും ഭാവിക്കും ഭക്തി മാനദണ്ഡമാക്കുമ്പോ അത് ദൈവത്തെ തള്ളുന്നവരുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി ഭക്തി മാനദണ്ഡമാക്കുന്നു. സൗഖ്യം കിട്ടാതെ വരുമ്പോ ഇനി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കില്ല, ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഭക്തി പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അന്നേരം ഈ സഹോദരി ചോദിക്കുന്നൊരു ചോദ്യമാണ് വലുത്. ഇപ്പോഴും ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നോ മനുഷ്യ, നിങ്ങൾക്ക് പോയി ചാകരുതോ? സഹോദരിമാരെ, നിങ്ങളോട് ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു കരുതൽ എന്താണെന്നറിയാം? കരുതൽ എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ ഭാര്യയുടെ പേര് മറച്ചെന്നുള്ള കരുതല ഏറ്റവും വലുത്. അല്ലാതൊന്നുമല്ല, അതല്ല, വേറെ ഒന്നുമല്ല. വീട് കിട്ടിയോ ജോലി കിട്ടിയോന്നുമല്ല, ഈ പേര് മറച്ചു. അത് നിങ്ങളോടുള്ള വലിയ കരുതല. ഇതെന്നാണ് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ വിളിച്ചേനെ ഈ പേര് വിളിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയതിൽ ഏറ്റവും വൃത്തികെട്ട വാക്ക്. അത് കാരണം ഇയ്യോബിന്റെ പുസ്തകം വായിച്ചപ്പോ ഈ പിശാചിനേക്കാൾ താണ വെളിപ്പാടായി സഹോദരിക്ക്. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ നല്ലത് പിശാചാണെന്ന് തോന്നും. അതിൽ നിന്ന് പുരുഷന്മാർക്ക് ഒരു ആശ്വാസ ദൂത് പറയട്ടെ. ഇത്രയും ഭക്തൻ, നേരുള്ളവൻ, നിഷ്കളങ്കന് കിട്ടിയത് ഇതാ റേഞ്ച്. അപ്പൊ പിന്നെ നിനക്ക് അതിനേക്കാൾ മെച്ചമല്ലേ? നന്ദി പറയണം. അതാണ് പുരുഷന്മാരെ ആരാധിക്കേണ്ട. ദൈവമേ, ഇത്രയും നല്ല മനുഷ്യന് ഇത്രയും ഗതികെട്ട ഭാര്യയെ കിട്ടിയപ്പോ എനിക്ക് ഇത്രയും ഉള്ളല്ലോ, കുഴപ്പമുള്ളല്ലോ, അതിന് നന്ദി പറഞ്ഞോണം. ഇനി അതുകൊണ്ട് ഞാൻ അതിന്റെ തെളിവ് പറയാം. നിങ്ങൾ ഇനി വാക്യത്തിൽ ഉണ്ടെന്നേ. ഈ സഹോദരി ചോദിക്കുക, ഇപ്പോഴും ഭക്തി പിടിച്ചത് എന്തിനാ? പിശാച് ഇയ്യോബ് 1:9 പറയുന്ന വേർഡ് കണ്ടോ? വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്. ഈ സഹോദരി ചോദിച്ചു, ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? പിശാച് പറയുന്നു വെറുതെയോ. മലയാളത്തിൽ വെറുതെയോ, എബ്രായ ബൈബിളിൽ കിനാം. കിനാം എന്ന എബ്രായ ധാതുവിന്റെ അർത്ഥം പ്രോഫിറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂതം പറയുക, 10 മക്കൾ പോയിട്ടും പതറാത്തത് അതിനേക്കാൾ വലിയ ഒരു ലാഭത്തിന്റെ വെളിപ്പാട് ഈ മനുഷ്യന്റെ അകത്ത് കിടക്കുക. സമ്പത്ത് പോയിട്ടും പതറാത്തതിന്റെ കാര്യം ഇതിനേക്കാൾ വലിയ ഒരു ലാഭത്തിന്റെ വെളിപ്പാട് അകത്തുണ്ട്. മരണം അരികത്ത് വന്നിട്ടും പതറാത്തതിന്റെ കാര്യം ഇതിനേക്കാൾ വലിയ ഒരു ലാഭത്തിന്റെ വെളിപ്പാട് അകത്തുണ്ട്. ഈ വെളിപ്പാടിന്റെ ആഴം നമുക്ക് ചോദിക്കണം. ഈ വെളിപ്പാടെന്താ? പറയുന്നുണ്ട് അറിയാമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനുടെ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും. ഇതാ വെളിപ്പാട്. ഈ വെളിപ്പാട് നിന്ന് ഒളിപ്പിച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത്, ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് പറയുന്നത് പാതാളത്തിൽ എന്നെ ഒളിപ്പിക്കണം, പാതാളം എന്റെ വീടാ. യാക്കോബ് പറയുന്നത് യോസഫ് പാതാളത്തിൽ, ഞാനും പാതാളത്തിൽ. ഇത്രയും പുരാതന ഭക്തൻ ജോബ് പറയുന്നു പാതാളത്തിൽ എനിക്ക് ഒളിക്കണം, പാതാളം എന്റെ വീടാ. എന്താ പാതാളം? ഷിയോൾ എന്ന എബ്രായ വാക്ക്. ഷിയോൾ എന്ന വാക്ക് ചില ഭാഷാന്തരങ്ങളിൽ ശവക്കുഴി എന്നാ. എന്നാൽ ശവക്കുഴിക്ക് വരേണ്ടത് ഷിയോൾ അല്ല, ഖബറാണ്. ഖബർ, ആ വാക്കിൽ നിന്നാണ് ഖബർ, ഖബർസ്ഥാൻ, ഖബറടക്കി, ശവക്കുഴി. അപ്പോൾ അതിന് ഖബറ വരേണ്ടത്. ഇവിടെ ഷിയോൾ എന്ന പദമാണ്. അതൊരിക്കലും ശവക്കുഴിയല്ല, അധോലോകമാണ്, മറ്റൊരു ലോകമാണ്, കീഴെയുള്ള തട്ടാണ്. പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമ കേന്ദ്രമാണ് പാതാളമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിക്കണം. അപ്പോൾ ചിലരുടെ മുഖം തെളിയും. ചിലർക്ക് ആ വാക്യം അറിയാവുന്ന കൊണ്ട് സംശയമൊക്കെ ഉണ്ട്. സങ്കീർത്തനം 9:17. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും
പാതാളത്തിലേക്ക് തിരിയും. ഈ വാക്യം ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, കർത്താവിന്റെ കൃപയിലേക്ക് വരാത്ത പിന്മാറ്റക്കാരായ ചിലരുടെയും മുഖം അങ്ങ് തെളിയും. കാരണം സകല ജാതികളും സകല ദുഷ്ടന്മാരും പാതാളത്തിലേക്ക് തിരിയും. മുഖം വാടിയത് രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളുടെ മുഖമെല്ലാം വാടി. എന്റെ പൊന്നു പാസ്റ്റർ, ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് നമ്മൾ പോകുന്നിടത്തോട്ട് ഇതുങ്ങളെല്ലാം കൂടെ പിന്നെയും വരുമോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഞാനൊരു തിരുത്തൽ തരാം. ഈ പാതാളമെന്ന് ഗേറ്റിൽ എഴുതിയിരിക്കുക കേട്ടോ. ഗേറ്റിൽ ഒരു വലിയ ആർച്ചുണ്ട്. ആ ആർച്ചിൽ പാതാളം എന്ന് എഴുതിയിരിക്കുക. ഗേറ്റ് കടന്നു കഴിയുമ്പോൾ പല ഫ്ലോറാ. ഞാൻ എന്ന് പറയുന്നത് ഈ ഫ്ലോർ പലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഫ്ലോറാ. അതിൽ ഫ്ലോർ എന്ന് പറഞ്ഞാൽ കരച്ചിലിന്റെ മെയിൻ ഫ്ലോർ ഉണ്ട്, പല്ലുകളുടെ ഫ്ലോർ ഉണ്ട്, കൂരിട്ടിന്റെ ഫ്ലോർ ഉണ്ട്, പിന്നെ കൃമി മാത്രമുള്ള സ്ഥലമുണ്ട്, പുഴുക്കൾ, വ്യത്യസ്ത ഫ്ലോറുകളാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ അനേക വാസസ്ഥലമല്ലയോ? പിന്നെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ലേ? നോണ പറഞ്ഞു അവന് അത് ഇങ്ങനെ പ്രവർത്തിക്കല്ല. എല്ലാവരെയും കൂടെ ഇട്ട് ചിക്കൻ 65 പോലെ നോണയും പറയാനും വ്യഭിചാരിയും കള്ളനും കൂടെ ഒന്നിച്ചല്ല, സെപ്പറേറ്റ്. ചിലർ മുളക് അരച്ച് തേച്ച് വറക്കുന്നു, വേറെ കുരുമുളക് തേച്ച് വറക്കുന്നു. പിടികിട്ടിയോ? ചിലതിന് കമ്പി കയറ്റി മുക്കുന്നു. അത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ ഇതിന് വ്യത്യസ്ത തട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ് വെപ്രാളപ്പെടുത്തുന്നില്ല. ഒന്നറിഞ്ഞാൽ മതി, ഇത് 2 സ്ഥലമാണെന്ന് അറിയാൻ വേണ്ടിയാ. പാതാളം എന്നൊരു പേരാണെങ്കിലും കുറഞ്ഞത് 2 നിലയാണ്. ഇത്ര അറിഞ്ഞാൽ മതി. കാര്യം നമുക്കിപ്പോ 2 ഇടത്ത് ഒന്നിച്ചല്ലെന്ന് അറിഞ്ഞാൽ പോരായോ? താഴോട്ട് പോകുന്ന എല്ലാവരുടെയും ഒരു വിവരണം വേണ്ട. നമ്മൾ മേളിപ്പാനല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് പാതാളം എന്ന ഒറ്റ പദത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും. പാതാളത്തിന്റെ ആഴത്തോളം കത്തുന്ന തീയുള്ള പാതാളത്തിന്റെ ആഴത്തോളം കത്തും. പാതാളത്തിന്റെ ആഴം, ലോവസ്റ്റ് ഹെൽ, അതായത് ബേണിംഗ് ടു ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ഷിയോൾ ആൻഡ് ദ ലോവസ്റ്റ് ഹെൽ, അതായത് കീഴെയുള്ള പാതാളം. അപ്പോ ഇംഗ്ലീഷ് വായിച്ചപ്പോൾ ലോവസ്റ്റ് ഹെൽ പിടികിട്ടിയോ? താഴത്തെ പാതാളം, തീയുള്ള താഴത്തെ പാതാളം. വീണ്ടും 86 സങ്കീർത്തനം 13 ദാവീദ് പറയുന്നു, എന്റെ ദൈവമായ യഹോവേ, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ രക്ഷിച്ചിരിക്കുന്നു. അധമപാതാളം, ലോവസ്റ്റ് ഹെൽ. വീണ്ടും സദൃശ്യവാക്യം 15:24 ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോവുകയാണ്. യെശയ്യാവ് 14 അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വിട്ടേറ്റ് നിലത്ത് വീണു. അപ്പൊ അവ പറയാണ്, നിന്റെ നിമിത്തം കീഴേ പാതാളം ഇളകിയിരിക്കുന്നു. അവിടെ ഭൂപാലകന്മാർ, സകല പ്രേതന്മാർ, അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം കീഴെയുള്ള പാതാളം, മീതെയുള്ള പാതാളം. കീഴെയുള്ള പാതാളം ദുഷ്ടന്മാർ, സകല ജാതികൾ, ദൈവത്തെ മറക്കുന്നവർക്കാണെങ്കിൽ മീതെയുള്ള പാതാളം പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമ കേന്ദ്രമാണ്. ഇത് കർത്താവിന്റെ കാലമായപ്പോൾ കർത്താവ് നന്നായി വെളിപ്പെടുത്തി തരികയാണ്. ലൂക്കോസ് 16 കർത്താവ് വ്യക്തമായി പറഞ്ഞു, ധനവാൻ ലാസർ 2 വ്യക്തികളാണ്, 2 സാഹചര്യമാണ്, 2 അവസ്ഥയാണ്, 2 മരണമാണ്, 2 അടക്കമാണ്, 2 തുടക്കമാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ധനവാൻ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ഈ ധനവാൻ എന്ന് കേൾക്കുമ്പോഴേ ദൈവമക്കൾക്കും പാസ്റ്റർമാർക്കും പാതിരിമാർക്കും പട്ടക്കാർക്കും എല്ലാം ഇഷ്ടക്കേടാ. എനിക്കാണെങ്കിൽ ഇവരോടാ ഇഷ്ടം. എനിക്കിഷ്ടമുള്ള, ഞാൻ വ്യക്തിപരമായ ഉപദേശമൊന്നും അല്ല, അങ്ങനെ കരുതരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എന്റെ കൂട്ടായ്മയിൽ 50 ധനവാനും 50 പരീശനും വേണം. നിങ്ങൾ എന്നെ തുറിച്ചു നോക്കണ്ട. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കും. കാരണം ഈ പരീക്ഷന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് പ്രാർത്ഥനയിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്, ആഴ്ച 2 വട്ടം. അത് തന്നെ നമ്മുടെ എത്ര ഉണ്ട്. ഇവൻ സ്വർഗത്തിൽ പോയില്ലേ? തന്നെ ഉപവാസത്തിന് ഇവനുണ്ടല്ലോ. നമ്മൾ വെറുതെ പായ നോക്കി പ്രായം ചെന്ന് വെള്ളെടുത്ത് വന്ന് തേയ്മാനമായിട്ടിരിക്കുന്ന 3 എണ്ണം സൈഡിൽ, ആ പുറകിലത്തെ ബെഞ്ചില്, പിന്നെ ഡ്രമ്മും ഉണ്ട്, നമ്മളും ഉണ്ട്, പാശ്രമാമ തന്നെ പാടുന്നുമുണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ സഭകളിൽ. ബാക്കിയെല്ലാം അവിടെ എവിടെയാ. എന്നാൽ സ്വർഗത്തിൽ പോയില്ലേ എന്നാ നമുക്ക് ദൂത് പ്രകാശിക്കത്തില്ലേ? 50 എണ്ണം ഉണ്ടല്ലോ ഇവിടെ. ഇവൻ പോയില്ലേ എന്നാ പുറത്തു
നോക്കുന്നവർക്കും അറിയാം സഭയിലാണുണ്ട് കേട്ടോ. പിടി കിട്ടിയോ ഇപ്പൊ? അതാണ് 50 പരീക്ഷ. ഇനി അടുത്തത് പുള്ളി ഞായറാഴ്ച വരുന്നത് എങ്ങനെ? നമ്മൾ പാട്ടുപുസ്തകം ഉണ്ട്, ബൈബിളില്ല. ബൈബിളുണ്ട്, പാട്ടുപുസ്തകമില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇവിടെ ബോധകാഴ്ചയില്ല. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പാസ്റ്റർ പ്രസംഗമിടത്തിന് താഴില്ല ബൈബിൾ വെച്ചിരിക്കുന്നത്. വന്ന് ചോദിക്കാം എന്റെ ബൈബിൾ അവിടെ ആയിരിക്കുന്നത്. ഇതങ്ങനെയാണോ? പുള്ളി പെട്ടിയോട്ടോയിലാണ് വരുന്നത്. ചിറ്റുള്ളി, ചതകുപ്പ, ജീരകം, മാത്തങ്ങ, എന്റെ ദൈവമേ, പച്ചക്കറി വണ്ടി കൊണ്ടാണ് ഞായറാഴ്ച വരുന്നത്. ഇപ്പൊ പിടികിട്ടി 50 പരീക്ഷ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ്. ഇനി രണ്ടാമത്തെ കൂട്ടമ ധനവാൻ. 50 ധനവാൻ ഞാൻ പറയുന്നത് വെറുതെ അല്ല. ധനം ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാൻ ഒരു മനസ്സ് വേണം. നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ദൈവം എന്നെ മാനിച്ചു, ഞാൻ ഒന്നുമില്ലാതെ കോട്ടയത്ത് ഇറങ്ങി, ദൈവം എന്നെ മാനിച്ചു, എന്നിട്ട് എന്നാ ഗുണമുണ്ട്? നിനക്ക് കൊള്ളാം. എടാ, നീ ഇതുവരെ ഒരു സുവിശേഷ യോഗം നടത്തിയോ? നീ ഇതുവരെ ഒരു ഉപവാസ പ്രാർത്ഥനയിലും നടത്തിയോ? പണം ഉണ്ടായിട്ട് കാര്യമില്ല, ചെലവിടണം. അവിടുത്തെ ധനാഢ്യനാണ്. അവൻ ചെലവിട്ടത് എന്താണെന്നറിയാമോ? അവന്റെ പടിപ്പുരയ്ക്കൽ ഈ ലാസർ എന്ന വ്രണം ബാധിച്ചവൻ കിടക്കുക. ഈ ലാസറും അവന്റെ ശുശ്രൂഷക്കാരെയും കൂടെ പോറ്റുക. ടൈഗർ, ടിക്കു, ജിക്കു, ജാക്കി, ടോബി, ഇത്ര എണ്ണത്തെയും കൂടെ ഇവനാ പോറ്റുന്നത്. എന്റെ ചോദ്യം, ഇവന്റെ വീട്ടിൽ VVIPകൾ പലതും വരുമ്പോ ഈ വ്രണം ബാധിച്ചവൻ ആ ഗേറ്റിന്റെ അവിടെ കിടക്കുക. അവനെ കണ്ടിട്ട് വരുമ്പോ പലരും പറഞ്ഞു കാണും, ഇവനെ പറഞ്ഞു വിട്ടുകൂടെ? എന്നിട്ടും ഇവനോട് മനസ്സലിവോടെ ഇടപെട്ടല്ലോ എന്റെ ധനവാനെ. എടാ, ബർത്ത്ഡേ വരുമ്പം വല്ല ഓർഫനേജിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സോഷ്യൽ ചാരിറ്റി എന്നിത്. ആയുസ് മൊത്തവും ഒരു വ്രണം ബാധിച്ചവനെ അവനെ നായ്ക്കളെ പോറ്റിയവൻ. എനിക്ക് അതുകൊണ്ട് അങ്ങേരോട് ഇഷ്ടം. രണ്ട് ഇഷ്ടം എന്താണെന്നറിയാമോ? യാതനാ സ്ഥലത്ത് കിടക്കുമ്പോ ഒരു ചോദ്യമുണ്ട്. അബ്രഹാം പിതാവേ, എന്റെ 5 സഹോദരങ്ങൾ അവിടെ ഉണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കാൻ ആരേലും ചെന്നൊന്ന് പറയണേന്ന്. അതിന്റെ അർത്ഥമല്ല, അവിടെ കിടന്ന് പുള്ളി തീക്കകത്ത് വേകുമ്പോഴും കൂടപ്പുറപ്പിനോടൊരു സ്നേഹം. ഇങ്ങനെ സ്നേഹമുള്ള ഏത് ധനവാനുണ്ട്? നമ്മളെങ്ങാനും അവിടെ കിടക്കുന്നെങ്കിൽ പറയും, തമ്പുരാനെ അവന്റെ അടുത്തോട്ട് ആരും വിടല്ലേ. എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നു വേഗ? സഹോദരങ്ങളോട് വന്നായിരുന്നെങ്കിൽ കാര്യം പറയാൻ ആളായിരുന്നു. ധനവാൻ, എന്റെ പ്രിയപ്പെട്ടവര്, അത്യാഡംബരത്തോടെ കഴിഞ്ഞു, സുഖലോലിപതയോടെ കഴിഞ്ഞു. പുള്ളിയുടെ അടക്കം തന്നെ എന്ത് ഗംഗേമമായിരുന്നു അറിയാമോ? നാടറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. മുക്കിന് ഫ്ലെക്സ് ബോർഡാ. നിദ്ര കൊണ്ടു, കാലം ചെയ്തു, സമാധിയായി. ഇങ്ങനെ പല പോസ്റ്ററാ പലയിടത്ത്. എല്ലാരും വന്നു, രാഷ്ട്രീയക്കാരൊക്കെ വന്നു. അയ്യോ, എന്തൊരു ആദരാഞ്ജലിയ. പാസ്റ്റർമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടക്കം. കല്ലറയിൽ ചെന്നപ്പോഴോ കണ്ടാൽ മരിക്കാൻ തോന്നും. ലാൻഡ്സ്കേപ്പ് ചെയ്ത് പട്ടുമെത്ത പരവതാനി പോലെ ആ കറുത്ത മാർബിളിലോട്ട് എഴുതി ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ. വെള്ളാരം കല്ലുകളൊക്കെ വെച്ച് ആ സൂപ്പർ സെമിത്തേരി. കണ്ട തന്നെ മനോഹരിയ. അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പൂവും വെച്ച് അപ്പുറത്ത് സെമിത്തേരി പൂവ്, ഇപ്പുറത്ത് പൂവ്, അവിടെ മെഴുകുതിരി. ചുരുക്കി പറഞ്ഞാൽ കണ്ടാൽ തന്നെ ഒരു ലുക്ക്. നല്ല അടക്കം. ഇനി അപ്പുറത്തെ മനുഷ്യന്റെ അടക്കമോ? മരിച്ചെന്ന് അറിഞ്ഞു, പക്ഷെ കോർപ്പറേഷന്റെ വണ്ടി വന്നു, പഴമ്പായി പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോവുക. ആരും അറിഞ്ഞില്ല. ഇത് ഈച്ചകളൊക്കെ പോയി, നായ്ക്കളും കുറച്ചു നേരം കുരച്ചിട്ട് അതുങ്ങളും നഷ്ടത്തോടെ പോയി. ആരോര് പറയും ഇവന്റെ സെമിത്തേരിയോ? ഇവൻ സെമിത്തേരി അപ്പോഴറിയുന്ന വഴി ആധാരം അറിയില്ല. ജോർജാൻ്റെ ഇല്ല. അതിന് വഴി എങ്ങനെ? വഴി അപ്പുറത്തെ റബ്ബറും തോട്ടത്തിൽ നടന്നു പോകണം. അത് അന്നേരം ആ വഴി കണ്ടുപിടിക്കുന്നത്. ഏതാ? മറ്റേത് വഴിയൊക്കെ ഇത് സൂപ്പറാണ്. നവംബർ 1 ആകുമ്പോഴേ വഴിയൊക്കെ കിടുക്കനാണ്. നമ്മളെ ആണെങ്കിൽ വഴിക്ക് എടുത്തോണ്ടാ പോകുന്നത്. അതും കൊണ്ട് കയറി അങ്ങ് മലമണ്ടയ്ക്ക് എന്നാണ്ടാ കൊണ്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ് വരുമ്പോ ഒരു പൊതി പോരാ, ഒരു 5 പൊതിക്കുള്ളതുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് ചെന്ന് ഇതിനെ അടക്കിയിട്ടും ആരും അറിയുന്നില്ല കേട്ടോ.
ആരും ശ്രദ്ധിക്കുന്നില്ല. ഒന്നോർത്തോണേ, ബാൻഡുമേളമില്ല, ആദരാഞ്ജലി ഇല്ല, അനുശോചനമില്ല, ആരാരും അറിയപ്പെടാതെ പോയൊരടക്കം. ഇന്നും പലരുടെയും ചിന്തയിൽ അടക്കമാ വലുതെന്ന് കരുതുന്നവരുണ്ട്. ചിലരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നത് അയ്യോ കുടുംബക്കല്ലറെ കിടക്കണമെന്ന്. അയ്യോ എന്റെ പ്രിയ സഹോദര, കുടുംബക്കല്ലറെ കിടക്കുന്നതല്ല വിഷയം. ഇവിടെ ഏറ്റവും കെങ്കാമമായി അടക്കിയത് ധനവാനാ. നിന്റെ അടക്കം ശ്രേഷ്ഠമാ, നിന്റെ കല്ലറ ശ്രേഷ്ഠമാ. നിന്റെ ആദരാഞ്ജലിക്ക് വന്നവര് ഉന്നതന്മാര്. പക്ഷേ ഇത് കഴിഞ്ഞൊരു പ്രഭാതമുണ്ട്, അടക്കം കഴിഞ്ഞൊരു തുടക്കമുണ്ട്. അതിനെയാണ് നീ അറിയേണ്ടത്. ഇന്നും ഈ ലോകത്തിൽ പലരും അടക്കം വലുതായി കരുതുമ്പോ അടക്കമല്ല വലുത്. അടക്കം കഴിഞ്ഞ് അതിന്റെ അടുത്ത പ്രഭാതം നീ എവിടെയെന്ന് ഉറപ്പിക്കേ. കർത്താവ് പറയുന്നു, 2 സ്ഥലങ്ങളാണ്. അബ്രഹാമിന്റെ മടി, യാതനാ സ്ഥലം. ധനവാൻ എത്തിയത് യാതനാ സ്ഥലത്ത്. ഇവിടെ ലാസർ എത്തിയത് അബ്രഹാമിന്റെ മടി. ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോ പലരുടെയും ചിന്ത, ഞാനും അങ്ങനെ ചിന്തിച്ചതാ, അബ്രഹാം ഇരിക്കുന്നു, മടിയിൽ പിടിച്ചിരുന്നു. വരുന്നവരെല്ലാം ഇസഹാക്ക് ഇരുന്നു, യോസഫ് ഇരുന്നു, യാക്കോബ് ഇരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവരെല്ലാം കൂടി ഇരുന്ന് എന്നെ മടിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ എല്ലാരും. അപ്പൊ ഞാനിങ്ങനെ ശരിയല്ല, ഇങ്ങനെ ഇരിക്കും. പഠിച്ചപ്പോഴാ പിടികിട്ടിയത് ഇത് ക്രീക്ക്, ചെറുസ്ഥലം. ഈ വിശ്രമസ്ഥലമില്ലേ, പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമസ്ഥലം, കർത്താവിന്റെ കാലമായപ്പോൾ ബോർഡ് ചേഞ്ച് ചെയ്തു, പാതാളം മാറ്റിയിട്ട് അബ്രഹാമിന്റെ മടിയാക്കി. അപ്പൊ ഞാൻ എന്റെ കർത്താവിനോട് ചോദിക്കുമ്പോഴേ എന്തിനാ ഈ പേരിട്ടത്? ഈ പേരിനെക്കാട്ട് എന്ത് നല്ലതാ രഹോബോത്ത്. ദൈവം നമുക്ക് ഇടമുണ്ടാക്കി. ബേർശേബ എന്ന് വിടായിരുന്നു, അല്ലെ പിന്നെ ബേർശേലായിക്കോട്ടെ. ഇതൊക്കെ ഇടാതെ ഈ പേരെന്താ കിട്ടേ? എന്റെ ദൈവം പറഞ്ഞതേ, മക്കളെ ഇതിനേക്കാൾ നല്ല പേരിടാൻ ഇവിടെ പറ്റിയല്ല. അതിന്റെ കാരണമുണ്ടല്ലോ, ഈ അബ്രഹാം ഉണ്ടല്ലോ, കൽദയ നിർമ്മിച്ച് വിഗ്രഹത്തെ ആരാധിച്ചവൻ എന്റെ ശബ്ദം കേട്ടിട്ട് അവനങ്ങ് ഇറങ്ങുക. അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ ഇറങ്ങുകയാണ്. അപ്പൻ ചോദിച്ചടാ എങ്ങോട്ടാ? അറിയത്തില്ല. ഞങ്ങൾ വരണ്ടേ? വേണ്ട, നിങ്ങൾ വരണ്ട, പിതൃഭവനം വിടാൻ പറഞ്ഞു. എടാ, അപ്പൊ നമ്മുടെ ദേശം അതും വിടുക. അപ്പൊ നമ്മുടെ ചാർച്ചക്കാർ നോക്കുക, ആർച്ച് ബിഷപ്പ് ഉണ്ട്, ഉപദേശിയുണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, പൂജാരി ഉണ്ട്, ഉസ്താദ് ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാത്തിനെയും ഞാൻ വിടുക. എടാ, അഡ്രസ് കളയുവാണോ? ഞാൻ അഡ്രസ് കളയാ. എങ്ങനെ ആവൂടാ നിന്റെ പിള്ളേരെ? അറിയത്തില്ല. നിന്റെ പിള്ളേർക്ക് കല്യാണം ആകുവോ? ഇല്ല. എടാ, ഇതിനകത്ത് ഉണ്ടോ? അറിയത്തില്ലെന്ന്. ഇങ്ങനെ പോയാൽ എവിടെത്തും? അറിയത്തില്ലെന്ന്. എടാ, നീ തെണ്ടാൻ പോവുക, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ നിനക്ക് എന്തറിയാം? വിളിച്ചവൻ വിശ്വസ്തനാ, വിളിച്ചവൻ വിശ്വസ്തനാ. 3 കാര്യം വിടാൻ പറഞ്ഞിട്ട് തമ്പുരാന്റെ കൂടെ ഇറങ്ങുമ്പോ ദൈവം പറയുന്ന കാര്യം എന്താണെന്നറിയാം? അബ്രഹാമേ, നീ 3 കാര്യം വിട്ടാലേ ഞാൻ 7 അനുഗ്രഹം തരാം. നീ 3 കാര്യം വിട്ടാൽ ഞാൻ 7 അനുഗ്രഹം തരാം. അതിൽ 3 എണ്ണം വിടുമ്പോഴേ ഒന്നാമത്തേത് എന്താണെന്നറിയാമോ? നീ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ 3 കാര്യം വിട്ടാൽ നിന്റെ പേര് വലുതാക്കും. എന്താ അർത്ഥം? അബ്രഹാം പേര് കളയുന്നേ, അഡ്രസ് കളഞ്ഞു. അതല്ലേ ശരിക്കും പറഞ്ഞാൽ അഡ്രസ് എന്താ എഴുതേണ്ടത്? UT അബ്രഹാം, അല്ലെങ്കിൽ അബ്രഹാം UT. ദേശത്ത് തേരഹിന്റെ മകൻ അബ്രഹാം, അതാ പേര്. അപ്പൊ അഡ്രസ് UT അബ്രഹാം, അല്ലെങ്കിൽ അബ്രഹാം UT. പിറ്റേ ദിവസം ആധാറിൽ പേരില് UT കട്ട് ചെയ്തിട്ട് വെറും അബ്രഹാം. വീട്ടുകാര് പറഞ്ഞു, അഡ്രസ് പോയി. അയ്യോ, അബ്രഹാം താണ്ട് തേരാപ്പാരെ അലയാൻ പോവുക. പക്ഷെ സ്വർഗം പറയാണ്, പേര് ഞാൻ വലുതാക്കും. അബ്രഹാം, ഇനി നീ അബ്രഹാം അല്ല, അബ്രഹാം. ദൈവം ഒരു ഇൻഷൽ ഇട്ടു. ഇനി അടുത്ത തമ്പുരാൻ പറയാ, ഞാൻ എന്റെ പേര് മാറ്റുക അബ്രഹാം. ഇനി എന്റെ പേര് ഞാൻ അബ്രഹാമിന്റെ ദൈവം. ദൈവം പറയാ, തീർന്നില്ല, ഞാൻ അബ്രഹാമിന്റെ സ്നേഹിതൻ. ദൈവം പറയാ, അബ്രഹാമിന്റെ അവകാശം, അബ്രഹാമിന്റെ വാഗ്ദത്തം, അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ അനുഗ്രഹം. ദൈവിക പദ്ധതിയുടെ എല്ലായിടത്തും അബ്രഹാമിന്റെ പേരെഴുതിയിട്ട് സ്വർഗം പറയുക, ഈ വിശ്രമ സ്ഥലത്തിന് പേരിട് അബ്രഹാമിന്റെ മടി.
കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ, വീട് വിട്ടു, നാട് വിട്ടു, ബന്ധങ്ങൾ വിട്ടു, ഒറ്റപ്പെട്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് നഷ്ടമാണെന്ന് കരുതണ്ട. ആരെല്ലാം മറന്നാലും മറക്കാത്തവൻ ഈ രാത്രി ഇടപെടുന്നത് നിന്റെ കുടുംബത്തിന്റെ പേര് സ്വർഗം പ്രസിദ്ധമാക്കും. രണ്ട് സ്ഥലം, അബ്രാമിന്റെ മടി യാതനാ സ്ഥലം, ധനവാൻ യാതനാ സ്ഥലത്ത്. അബ്രാമിന്റെ മടിയിലേക്ക് ലാസറും എത്തി. എന്റെ പ്രിയരെ, മരണാനന്തര രണ്ട് സ്ഥലമാണ്. രണ്ട് സ്ഥലം സ്വർഗം നരകമാണ്. എല്ലാ മനുഷ്യനും ഈ രണ്ട് സ്ഥലമുണ്ട്. കേൾക്കണം, 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് സ്വതരാക്ഷക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് നിങ്ങൾ സമയം കളയരുത്. ഡ്രമ്മൊക്കെ എടുത്ത് പെട്ടെന്ന് നിങ്ങളെ വിളിക്കാൻ ടൈം എടുക്കരുത്, ഓടിവാ. പാട്ടുകാരും ഒക്കെ പെട്ടെന്ന് നിങ്ങൾ അവരെ നോക്കിയിരിക്കരുത്, ശ്രദ്ധിച്ചു. സ്വതരാക്ഷി എടുക്കാനുള്ള ഒരു ബക്കറ്റുമായിട്ടൊക്കെ പെട്ടെന്ന് റെഡിയാ. സ്തോത്രം. അപ്പോൾ സ്വർഗവും നരകവും, മരണാനന്തരം രണ്ട് സ്ഥലമുണ്ട്. പലരും കരുതുന്നത് മരണം കൊണ്ട് തീരുകയാണെന്ന്. മരണം കൊണ്ട് തീരുകയല്ല. മരണം അവസാനമല്ല. മരണത്തിനപ്പുറം രണ്ടവസ്ഥയാണ്, സ്വർഗം നരകം. നരകം എന്ന രണ്ടവസ്ഥ. ചിലർ പറയുന്നത് സ്വർഗവും നരകവും ഇവിടാണെന്ന്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു മണ്ടത്തരം നിങ്ങൾ വിശ്വസിക്കരുതേ. ഇത് സ്വർഗമൊന്നുമല്ല. ഇവിടെ പെൺവാണിഭവും കൂലിത്തല്ലും കൊട്ടേഷനും ഒക്കെ ഉള്ള ഇത് സ്വർഗമൊന്നുമല്ല. ഇത് ഭൂമിയാണ്. ഇത് കോട്ടയം ജില്ലയാണ്. വേറെ ചിലർ പറയുന്നത് ഇത് നരകമാണ്. എന്റെ സഹോദര, ഇത് നരകമൊന്നുമല്ല. നരകത്തിൽ മഴയില്ല, നരകത്തിൽ കൺവെൻഷൻ ഇല്ല, നരകത്തിൽ ഞങ്ങളില്ല. അതുകൊണ്ട് ഇത് നരകമല്ല. പിന്നെ വേറെ ചിലർ പറയുന്നത് സങ്കല്പമാണ്. ഈ സങ്കല്പം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരാ പറയുന്നത് സങ്കല്പമാണ്. എടാ, ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന നിന്നോടൊരു ചോദ്യം. നീ പറയുന്നു കോടാകോടി ഗോളമുണ്ട്, സൗരയൂഥമുണ്ട്, ഗാലക്സി ഉണ്ട്. ഇതിൽ എത്ര എണ്ണത്തെ നീ കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഒന്ന് പറയുക. കാരണം ശാസ്ത്രം പറയുന്നു കോടാകോടി ഗോളം. അതുകൊണ്ട് എന്റെ ജനാധി, ശാസ്ത്രം പറഞ്ഞെന്നും പറഞ്ഞ് കോടാകോടി ഗോളം ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ 2 ഗോളമായിട്ട് സ്വർഗവും നരകവും കൊണ്ടങ്ങ് വിശ്വസിക്കുക. എന്താ കുഴപ്പം? ഇനി അടുത്തത്, സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യം കണ്ടവരുണ്ടോന്നാ. കണ്ടവരുണ്ടോന്നല്ല, നിർമ്മിച്ചവനാ പറയുന്നേ. ഇതിൽ പറയാൻ വേണം. സാത്താന് വേണ്ടി നരകം ചമച്ച യേശു പറഞ്ഞു നരകമുണ്ട്. അത് സാത്താന് വേണ്ടി ഉണ്ടാക്കിയ നരകമാ. ഇനി 2, സ്വർഗമുണ്ടോ? അതെ, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പറഞ്ഞു സ്വർഗമുണ്ടെന്ന്. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു സ്വർഗമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി യേശു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഉറപ്പിക്കാം, മരണാനന്തരം സ്വർഗവും നരകവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓസ്ട്രേലിയയുടെ മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോളജി പ്രവാചകം വിഭാഗം തലവനായ ഡോക്ടർ കാമറൂൺ ഷൗ നടത്തിയ പ്രബന്ധം, തന്റെ അവസാന 2000 രോഗികളിൽ നടത്തിയ പഠനത്തിന്റെ ഫലം പ്രബന്ധം താൻ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു, മരണസമയത്ത് അവരുടെ പ്രതികരണങ്ങളെ താൻ മനസ്സിലാക്കി. അവർ വിചിത്രമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞു മരിച്ചത്. അതിൽ നിന്ന് താൻ ഉറപ്പിച്ചൊരു മരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. മരണത്തിനപ്പുറം മറ്റെന്തോ ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഉറപ്പിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, ജസ്റ്റിസ് കൃഷ്ണയ്യർ തന്റെ പ്രിയതമയുടെ മരണശേഷം താൻ പറയുന്ന ഒരു വാക്കുണ്ട്, മരണം ഒരു കടന്നുപോക്കാണ്, മറ്റെന്തിലേക്കുള്ള കടന്നുപോക്ക്. എന്റെ പ്രിയതമയുടെ മരണശേഷമാണ് മരണത്തെ ഞാൻ പഠിച്ചത്, അറിഞ്ഞു. ഒരു പാലം പോലെ ഒരു കടന്നുപോക്കാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മരണം കൊണ്ട് അവസാനിക്കുകയല്ല, മരണാനന്തരം 2 ഇടമുണ്ട്, സ്വർഗം നരകം. ഇനി സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? പെട്ടെന്നങ്ങ് പറയുക. സ്വർഗത്തിൽ പോകാനുള്ള വഴി ഇന്ന് രാത്രി പുണ്യമല്ല, പുണ്യസ്ഥല സന്ദർശനമല്ല, കർമ്മങ്ങളല്ല, ആചാരമല്ല. ഇതൊക്കെ ആയിരുന്നെങ്കിൽ ധനവാൻ രക്ഷപ്പെട്ടേനെ. ധനവാൻ ഇത്രയും നല്ല മനുഷ്യൻ, പുണ്യം ചെയ്ത, സോഷ്യൽ വർക്ക് ചെയ്ത, യാതനാ സ്ഥലത്ത് കിടക്കുമ്പോഴും കൂടപ്പിറപ്പിനെ സ്നേഹിച്ച ആ ധനവാൻ പോയെന്ന് മാത്രമല്ല, പോയില്ലെന്ന് മാത്രമല്ല, വെള്ളമാ ചോദിച്ചത്. തൊണ്ട നനയ്ക്കാൻ ഇത്തിരി വെള്ളം. കുഞ്ഞേ, തൊണ്ട നനയ്ക്കാൻ വെള്ളം കിട്ടിയില്ല.
പിന്നെ ആ പോകുന്ന കാര്യം. അതുകൊണ്ട് പുണ്യം കൊണ്ട് സ്വർഗം നേടാൻ പറ്റില്ല. യാതനാ സ്ഥലത്ത് കിടക്കുന്ന ധനവാൻ പറയുന്ന വാക്കിതാണ്, അബ്രഹാം പിതാവേ, മരിച്ചവരിൽ ആരെങ്കിലും ചെന്ന് എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. ധനവാൻ പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിൽ പോകാതിരിക്കാൻ ഏക വഴി മാനസാന്തരമാണ്. എന്താ മാനസാന്തരം? യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിലേക്ക് രാത്രി ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ശിക്ഷപ്പെടാൻ നൽകപ്പെട്ട ഏകനാമം, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരു രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ആകയാൽ യേശുവിൽ വിശ്വസിച്ചാൽ പാപിക്ക് രക്ഷയാണ്. ശ്രദ്ധിച്ചോളൂ, പാപിക്ക് മുമ്പിൽ തുറക്കപ്പെട്ടത് പർദീസയുടെ വാതിൽ, രണ്ടാമത്തെ വാതിൽ കൃപാസനത്തിന്റെ വാതിൽ, മൂന്നാമത്തെ വാതിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ, മൂന്നാമത്തെ വാതിൽ സ്വർഗവാതിൽ. ഈ 4 വാതിൽ ക്രൂശിൽ തുടർന്നതുകൊണ്ട് പാപിയോടൊന്ന് പറയുന്നു, നീ കലങ്ങണ്ട, സ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞു, ദൈവത്തിങ്കിലേക്ക് പോകാം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. പാപിക്ക് സ്ഥലമൊരുക്കാൻ കർത്താവ് ക്രൂശിലേക്ക് പോവുകയാണ്. 2, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. സഭയോട് പറയുകയാണ്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ഞാൻ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. ഇനി ഈ വാക്യത്തിന് യഹൂദ വിവാഹത്തിന്റെ പശ്ചാത്തലമാണ്. കർത്താവിന്റെ വരവിനോടനുബന്ധമായ സംഭവങ്ങൾക്കെല്ലാം യഹൂദ വിവാഹത്തിന്റെ പശ്ചാത്തലമാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഈ വാക്ക്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ യഹൂദ വിവാഹ പശ്ചാത്തലത്തിൽ ഈ വാക്കിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മണവാട്ടിയോട് മണവാളൻ പറയുന്ന വാക്കാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. യഹൂദ യുവാവ് വിവാഹപ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ അന്വേഷിക്കും. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടാൽ ഇന്നിന്റെ ഭാഷയിൽ നമ്മുടെ നാട്ടുകാരെ പോലെ ഇടപെടുകയല്ല, പിന്നെയോ പെൺകുട്ടിയുടെ പിതാവിനെ കണ്ടെത്തി പെൺകുട്ടിയുടെ പിതാവിനോട് ആവശ്യപ്പെടും, അങ്ങയുടെ മകളെ എനിക്ക് ബോധിച്ചു, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന വാക്ക്, എൻ്റെ മകളെ ഞാൻ നിനക്ക് തരാം, പകരം നീ എനിക്ക് എത്ര പണം തരും? അതിന്റെ അർത്ഥം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്നത് സ്ത്രീധന സിസ്റ്റമാണ്. എന്നാൽ യഹൂദന്റെ നാട്ടിൽ പുരുഷധന സിസ്റ്റമാണ്. പുരുഷൻ കല്യാണം കഴിക്കണമെങ്കിൽ പണം കൊടുത്ത പെൺകുട്ടിയെ വാങ്ങണം. വളരെ പ്രയാസകരമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ പലരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ഏതായാലും അങ്ങനെ വരാഞ്ഞതിന് ദൈവത്തിന് നന്ദി പറ. ഏതായാലും കേൾക്കൂ, ഈ പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെടുന്ന പണം എത്രയാണോ, തന്റെ അധ്വാനത്തിൽ നിന്നും ആസ്തിയിൽ നിന്നും ആ പണം കൊണ്ടുവന്ന് പെൺകുട്ടിയുടെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ വില കൊടുത്താണ് ഈ യുവാവ് സ്വന്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വില കൊടുത്ത് വാങ്ങുന്നതോടെ ഈ പെൺകുട്ടിയാണ് ഈ യുവാവിന്റെ ഏറ്റവും വിലയേറിയത്. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ മണവാളൻ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ വില കൊടുത്തവൻ വാങ്ങി. അവന് ഞാനും നിങ്ങളും ഏറ്റവും വിലയേറിയതാണ്. ഈ വില കൊടുത്തു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന വലിയൊരു ചടങ്ങുണ്ട്.
ആ ചടങ്ങിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരുടെ മുൻപിൽ ഈ യുവാവ് പണം കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിയെ പിതാവ് വിളിക്കും, മോളെ വരിക. അങ്ങനെ യുവാവിന്റെ അരികത്തേക്ക് ഈ പെൺകുട്ടി വന്ന് നിൽക്കും. വലിയൊരു ജനത്തിന്റെ മുൻപിൽ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് യുവാവുമായിട്ടുള്ള ആ എൻഗേജ്മെന്റ് നടക്കാൻ പോകുക. അതെങ്ങനെയാണെന്നല്ലേ, ഈ യുവാവ് ഒരു ഗ്ലാസ് നിറയെ വൈൻ എടുക്കും, വീഞ്ഞെടുത്തിട്ട് ഈ യുവാവ് ആ വീഞ്ഞിന്റെ പാതി നുകരും. ശേഷം ആ പെൺകുട്ടിക്ക് നേരെ നീട്ടും. അവൾ നമ്മുടെ ശിരസ്കയായി ഒന്ന് നോക്കിയിട്ട് അവൾ ആ വീഞ്ഞിന്റെ പാതി അവളും കുടിക്കും. ഇത് കഴിയുമ്പോ ആ പെൺകുട്ടിയെ യുവാവ് ചേർത്ത് നിർത്തി പറയും, ഇതിനാൽ ഇവളെന്റെ വിശുദ്ധ, ഇവളെന്റെ പതിവ്രത. ഇന്ന് രാത്രിയിൽ കേൾക്കണേ, ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചവളാകട്ടെ, ഏത് നിലയിൽ കഴിഞ്ഞവളാകട്ടെ, എന്റെ പാനപാത്രം ഭുജിച്ചതോടെ ഇവൾ എനിക്ക് വിശുദ്ധയാണ്. നമുക്ക് മുൻപിൽ ഹോളി കമ്മ്യൂണിയൻ, മാസ്, കുർബാന, രാത്ഭോജനം, കർത്താവിന്റെ അത്താഴം, തിരുവത്താഴം, ഹോളി കമ്മ്യൂണിയൻ എന്ന പേരിൽ നാം ഇവിടെ അപ്പവും വീഞ്ഞും മുറുക്കി ദൈവത്തിന്റെ ആ വലിയ കമ്മ്യൂണിയനിലേക്ക് ഭാഗമാക്കാകുമ്പോൾ സ്വർഗം പറയുന്നൊരു വാക്കുണ്ട്, ഇതിനാൽ ഇവൾ എന്റെ വിശുദ്ധ. ഇത് കഴിയുമ്പോ ആ പെൺകുട്ടി യുവാവിന്റെ വകയാ. അത് കഴിഞ്ഞിട്ട് 10 ദ്രഹ്മ നൂലിൽ കോർത്തെടുത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കും. ഈ ദ്രഹ്മ 10 കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവളുടെ കാതിൽ യുവാവ് പറയുന്ന വാക്കാണ്, നിന്റെ ഹൃദയം കരങ്ങിപ്പോകരുത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകയാ. ഇവളുടെ ഉള്ളു പിടയ്ക്കാൻ തുടങ്ങും. കാരണം ഇന്നലെ വരെ കളിച്ചു വളർന്ന വീടാ, പിച്ചവച്ച വീടാണ്. കൂട്ടുകാരുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഈ യുവാവ് വന്ന് വില കൊടുത്ത് വാങ്ങിയതോടെ ഞാൻ ഈ വീട്ടിൽ അന്യയായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴേ യുവാവിന്റെ പാനപാത്രം ഭുജിച്ചതോടെ ഞാൻ ഈ യുവാവിന്റെ വകയായി മാറിക്കഴിഞ്ഞു. അവന്റെ ദ്രഹ്മ എന്റെ കയ്യിൽ തന്നതോടെ ഞാൻ ഇനി അവന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ യുവാവ് വീട്ടിൽ നിറങ്ങുമ്പോ അവളുടെ ഉള്ളം മിങ്ങുകയാണ്, കണ്ണ് നിറഞ്ഞു തുളുമ്പുക. കാരണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. ഇതാ കണ്ണിന് മറഞ്ഞു പോകുന്നത്. അവൻ പോകുന്നത് എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാ. ആ യുവാവ് പോയി കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്നലെ വരെ ആ വീട്ടിൽ നടക്കുന്ന ഓരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും അവളുടേത് കൂടായിരുന്നു. ഇന്നലെ വരെ ആ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അവളെ കൂടെ സ്വാധീനിച്ചിട്ടുള്ളതാ. അവള് ഇന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാത്തിനും അവളുടെ വക ഒരു സെൽഫി ഉണ്ടായിരുന്നു. വീട് പെയിന്റ് അടിക്കുമ്പോൾ ഞങ്ങളുടെ ന്യൂ ഹൗസ് സെൽഫി, വണ്ടി മേടിച്ചാൽ അതിന്റെ ഫ്രണ്ടിൽ നിന്നൊരു സെൽഫി, ഞങ്ങളുടെ പുതിയ അതിഥി. ഇപ്പോഴും വീട്ടുകാർ വണ്ടി മേടിച്ചു, ഇവള് സെൽഫിക്ക് കൂടുന്നില്ല. വീട്ടുകാർ എന്താടി ഈ സെൽഫി ഇല്ല ഈ പ്രാവശ്യം? ഇല്ല, കാരണം വണ്ടി മേടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, എന്റെ മണവാളൻ വരും, ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ അവന്റെ കൂടെ പോണം. നിങ്ങൾ വീട് മോടി പിടിപ്പിക്കുന്നു, എനിക്കത് വിഷയമല്ല, ഇതെന്റെ വീടല്ല, ഇവിടെ ഉള്ളതൊന്നും എന്റേതല്ല. ഞാൻ എന്റെ മണവാളം വിളിക്കുമ്പോ ഇതെല്ലാം വിട്ടിട്ട് അവനോടൊപ്പം പോയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. അവളുടെ മുറിക്ക് പ്രത്യേകതയാ. അവളുടെ മുറിക്കകത്തൊരു പീഠമുണ്ട്, പെട്ടെന്ന് ധരിക്കാനുള്ള വസ്ത്രങ്ങളുണ്ട്. പിന്നീട് അവിടെ ഉറക്കം വ്യത്യസ്തതയുള്ളതാണ്. ഉത്തമഗീതം പറയുന്നു, ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ നിന്ന് മുട്ടുന്നെന്റെ പ്രിയന്റെ സ്വരം. ഇന്നലെ വരെ ഉറങ്ങിയ പോലെ ഉറങ്ങാൻ വയ്യ. ഓരോ അനക്കങ്ങൾ, ഓരോ ശബ്ദങ്ങൾ, ഓരോ വാഹനങ്ങൾ വരുമ്പോ അവളുടെ അകത്തെ ചിന്ത, എന്റെ മണവാളനാണോ, എന്റെ കാന്തനാണോ, എന്റെ പ്രിയനാണോ? അവൾക്ക് പിടിവിട്ടുറങ്ങാൻ വയ്യ. ഓരോ സംഭവങ്ങളും മണവാളനെ കുറിച്ചുള്ള ഓർമ്മയാ. അതുകൊണ്ട് കർത്തൃദാസൻ CS മാത്യു പാടിയത്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. സഭ ഈ ലോകം ഓടുമ്പോ അതിന്റെ കൂടെ ഓടാതെ നിൽക്കുന്നത്, ഇവിടെ ഞങ്ങൾ അന്യരാ, ഇവിടെ ഞങ്ങൾ പരദേശികളാ, ഞങ്ങളുടെ പ്രാണനാഥൻ വരും. ഇനി മണവാളന്റെ വീട്ടിലെന്താ? ഏറ്റവും വിലയുള്ളതിനെ വിട്ടിട്ട് വന്നത്
സ്നേഹം കുറഞ്ഞിട്ടല്ല, ഏറ്റവും വിലയുള്ളതിനെ ഏറ്റവും മോടിയോടെ പാർപ്പിക്കാൻ മണവറ ഒരുക്കാനാ വന്നത്. സ്നേഹ കൂടുതൽ തോന്നുമ്പോ സമ്മാനമൊക്കെ മേടിച്ചു കൂട്ടും. എന്നിട്ട് മണവറയുടെ പണി തീരുന്നതിന്റെ അന്ന് തോഴ്മക്കാരോട് പറയും, മണവാട്ടിയെ സ്വീകരിക്കാൻ പോകാം. മുൻപിൽ നിൽക്കുന്ന തോഴ്മക്കാർ പറയുന്നു, മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഇത് ഗാനപ്രതിഗാനമായി പാടാൻ തുടങ്ങും. അങ്ങനെ ഗാനപ്രതിഗാനമായി പാടി 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 യുവാവിന്റെ വീട്ടിൽ നിന്നൊരു വലിയ ഘോഷയാത്രയാണ്. എവിടേക്കാ? പെൺകുട്ടിയുടെ തെരുവിലേക്ക്. പെൺകുട്ടിയുടെ തെരുവിലെത്തുമ്പോ ഈ ശബ്ദം എല്ലാവരും അറിയും. ഓരോ വീടുമുണരും, ഓരോ കുടുംബത്തിലും ഈ ശബ്ദമെത്തും. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരറിയും. പെൺകുട്ടിയുടെ റൂമിൽ കൊട്ടും, മോളെ മോളെ എന്താ മമ്മേ, മണവാളം വന്ന് റെഡിയാക, ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ ഇച്ചിരി ഉറങ്ങി വരുമായിരുന്നു. എടി ഇങ്ങോട്ട് വരത്തില്ലെന്ന്, നിന്നെ കൊണ്ടു കൊടുക്കണം. നിന്നെ ആ തെരുവിൽ കൊണ്ട് കൊടുക്കുന്നവരെ മണവാളൻ അവിടെ നിൽക്കും. നമ്മുടെ ആത്മമണവാളൻ ഭൂമിയിലോട്ട് വരില്ല, മധ്യാകാശത്തിൽ വരും. നാം അങ്ങോട്ട് ചെന്നവരുമായി ആ സമാഗമത്തിൽ പങ്കുകൊള്ളാൻ പോകുകയാണ്. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടിൽ അവൾ പെട്ടെന്ന് വസ്ത്രം ധരിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങും. അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ വീട്ടിൽ കന്യകമാരുണ്ട് കേട്ടോ, തോഴ്മക്കാരാണ് അവർ. അതാണ് കർത്താവ് പറഞ്ഞ ഉപമ, 10 കന്യകമാർ. ഇത് മണവാട്ടിയല്ല. നമ്മൾ മണവാട്ടിയാണെന്ന് കരുതി, മണവാട്ടിയല്ല. ഇത് കന്യകമാർ, മണവാട്ടിയാൻ കൊണ്ടുപോകാനുള്ള തോഴ്മക്കാരാണ്. അവർ കന്യകമാർ വിളക്കേന്തി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ കൂടി മുഖം മൂടിക്കൊണ്ട് ബ്രൈഡൽ മാർച്ചാണ്. കന്യകമാരുടെ നടുവിൽ കൂടെ മുഖം മൂടി, വെയിൽ കൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവൾ ഓരോ ചുവടും നടന്നു പോവുകയാണ്. തെരുവിൽ നിൽക്കുന്ന യുവാവിന്റെ അരികിലെത്തും. വലങ്കരം കൊടുത്ത് യുവാവ് വാഹന മുഖത്തിൽ കയറ്റി ഒട്ടും കുരവയും താളമേളങ്ങളുമായി യുവാവിന്റെ വീട്ടിലേക്ക് ആ ഘോഷയാത്ര പോകുമ്പോ യുവാവിന്റെ വീട്ടുകാർ ചോദിക്കും, ഇവൻ ഒരുപാട് കാശ് കൊടുത്തെന്ന് അറിഞ്ഞത്, എങ്ങനെയുണ്ട്, കൊള്ളാമോ, പെൺകൊച്ചിനെ കൊള്ളാമോ? അതായി നമ്മുടെ നാട്ടിൽ ചോദിക്കില്ല, പെണ്ണ് കൊള്ളാമോ, പെണ്ണ് കണ്ടോ, വണ്ടിക്കകത്തതായിരിക്കുന്നു എന്നാലും ചോദിക്കും. ഇത് ആ സിസ്റ്റത്തിൽ നിന്ന് വരികയാണ്. മുഖം മൂടി കൊണ്ടുപോകുന്ന കൊണ്ട് കണ്ടിട്ടില്ല. അങ്ങനെ യുവാവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വലിയ ഒരുക്കങ്ങൾ, വലിയ പ്രൗഢഗംഭീരമായ ഭോജനശാല, അവിടെയുള്ള ആ മണിയറയുടെ മുൻപിൽ എത്തുമ്പോൾ പെൺകുട്ടി തന്റെ യുവാവും വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ വെച്ച് ചോദ്യം പെൺകുട്ടിക്ക് നേരെ വരും, ആ ദ്രഹ്മ എന്ത് ചെയ്തു? വീട്ടിൽ കൊടുത്തല്ലേ 10 ദ്രഹ്മ. അപ്പോഴേ ദ്രഹ്മ തന്നു എൻ്റെ കയ്യില്. അല്ല 10 മമ്മി 10 ഉണ്ടായിരുന്നു, 3 അല്ലേ? 3 അല്ല 10 ഇവര് പറയുന്നത്, എൻ്റെ 2 ഉള്ളൂ. അങ്ങനെ പറഞ്ഞാലേ അവര് പറയും ഇതിനെ കൊള്ളത്തില്ല, ഇതവിശ്വസ്തയ. നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ. ആ വിളി എവിടെ കേൾക്കുന്ന? കാരണം ഈ ദ്രഹ്മ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ദ്രഹ്മ മോതിരമാക്കി മാറ്റി ഇത് കയ്യിലും കണിയിക്കും. എന്നിട്ടാ കേട്ടുന്നത്. അതായത് 10 ദ്രഹ്മയും മോതിരമാക്കി അടിഞ്ഞങ്ങോട്ട് കയറുമ്പം ഈ മണവറയിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഈ എല്ലാരും കൈയടിക്കും. കാരണം ഇപ്പോൾ വിശ്വസ്തയ 10 കയ്യിലുണ്ട്. ഏൽപ്പിച്ചത് കുഴിച്ചുമൂടല്ലേ? വ്യക്തികളെ നോക്കി, പാസ്റ്ററെ നോക്കി, സമൂഹത്തെ നോക്കി കർത്താവ് ഏൽപ്പിച്ചത് കുഴിച്ചുമൂടരുത്. ഇത് മടക്കി കൊടുക്കേണ്ട ഒരു വേദിയുണ്ട്, അവിടെ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ആരെയും നോക്കാതെ കർത്താവെ നോക്കി നീ വ്യാപാരം ചെയ്യ. പ്രിയരെ, അങ്ങകലെ നമ്മൾ ആ മണവറയിലേക്ക് മണവാട്ടി പ്രവേശിക്കുക. ശ്രദ്ധിച്ചോണേ, മണവാട്ടി 7 നാളാണ് യഹൂദ വിവാഹം. ഒരു ബുധൻ മുതൽ അടുത്ത ബുധൻ 7 ദിവസം. അതുകൊണ്ട് ആ 7 ദിവസവും ഇവിടെ വിവാഹം നടക്കുമ്പോ ഭോജനശാലയിൽ ഭക്ഷണം ധാരാളമാണ്. അതുവരെ ആരും വീട്ടിൽ പോകില്ല. തോഴ്മക്കാരെല്ലാം അവിടെ തന്നെയാ, പ്രിയപ്പെട്ടവരെല്ലാം അവിടെ തന്നെയാ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചില സഹോദരങ്ങൾ വിചാരിച്ചു ഉപവാസം വേണ്ടെന്ന്. അങ്ങനല്ല. ഈ മണവാട്ടിയും മണവാളനും ഈ മണാറയിലുള്ളത് കൊണ്ട് പുറത്ത് ഫുഡ് ഇഷ്ടം പോലെ, ആരും വീട്ടിൽ പോകണ്ട, അവിടെ ഫാസ്റ്റിംഗ് ഇല്ല. അതുകൊണ്ട് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വന്നത് 7 ദിവസമായിട്ട് എല്ലാവരും ഉണ്ട്. അതാ പോരാതെ വന്നേ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, 7-ാം ദിവസം
മണവറയുടെ വാതിൽ തുറന്ന് ഈ പെൺകുട്ടി പുറത്തോട്ട് വരികയാ. എങ്ങനെ വരുന്നറിയാമോ? പോയതുപോലെ അല്ല കേട്ടോ. പോയത് വീട്ടുകാർ കൊടുത്ത പേപ്പർ പട്ടും ഒക്കെ ഉടുപ്പിച്ച് വിട്ടതാ. പക്ഷെ യുവാവ് ഏറ്റവും വിലയുള്ളതിനെ ഏറ്റവും മോടിയോടെ ആ മണവറയിൽ അണിയിച്ചൊരുക്കിക്കൊണ്ട് പുറത്തോട്ട് വരും. എവിടെ? വലിയ ഭോജനശാലയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ അവരെല്ലാം അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത് ഈ വീടൊരുങ്ങിയത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. ഇത്രയും വലിയ ഒരുക്കം നടന്നത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. ഈ പിതാവിന്റെ ഭവനത്തിന്റെ എല്ലാ മുക്കും മൂലയിലും ഈ പെൺകുട്ടിയുടെ പേരാണ് വലുത്. ആ വലിയ വേദിയിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് യുവാവ് ആ പെൺകുട്ടി എല്ലാവരുടെ മുൻപിൽ അവളുടെ മുഖത്തെ വെയിലുയർത്തി പറയും, ഇവളാണ് എന്റെ കാന്ത. ഓ, അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പും. അവളുടെ ഉള്ളിൽ വല്ലാത്ത വയ്ക്കലാണ്. കാരണം അങ്ങ് പഴയ വീട്ടിൽ ഒറ്റ മുറിക്കകത്ത് ഞരങ്ങിയ രാത്രികൾ, ഓർമ്മകളുമായി കഴിഞ്ഞുകൂടിയ ദിനങ്ങൾ, പ്രലോഭനത്തെ അതിജീവിച്ച നിമിഷങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച രാത്രികൾ. ഈ യുവാവിന്റെ പാനപാത്രം ഭുജിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച ഓരോ ദുഃഖവും ദുരിതവും ഒക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇത്ര വലിയ പ്രൗഢ ഗംഭീരമായ വേദിയിലെ ആദരവോർക്കുമ്പോൾ അവിടെ ഞാൻ അനുഭവിച്ചതൊന്നും ഇന്ന് രാത്രി ഈ ഒരു ക്രിസ്തു ഭക്തന് പറയാനുള്ളത്, വീടൊരുക്കി കാത്തിരിക്കുന്ന എന്റെ പ്രാണനാഥൻ വരാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നു, ഞാൻ സ്ഥലമൊരുക്കാൻ പോവുകയാണ്. AD 29-30 ഒരുക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ 1995 കൊല്ലമായി വീടൊരുക്കാൻ പോയിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമി എത്ര മനോഹരമാണ്. 23 ഡിഗ്രി ചരിഞ്ഞ് 17 സെന്റിഗ്രേഡ് ആവറേജ് ചൂടും തണുപ്പും വരുന്ന 3 വെള്ളവും 3 കരയുമുള്ള ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്. നമ്മൾ ഇവിടുന്ന് അല്പം കിഴക്കോട്ട് മാറിയാൽ ഭൂപ്രകൃതി എത്ര ശ്രേഷ്ഠം, അല്പം പടിഞ്ഞാറേക്ക് മാറിയാലോ വീണ്ടും ശ്രേഷ്ഠം. അങ്ങനെ എത്ര വൈവിധ്യങ്ങളുള്ള ഈ ഭൂമി നസ്രായന്റെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോ ഭൂമി 23 ഡിഗ്രി ചരിഞ്ഞ് ഈ മൂന്നാറും വാഗമണ്ണും അന്റാർട്ടിക്കയും ഒക്കെ രൂപവൃതമായി അങ്ങ് നടക്കാൻ ഇങ്ങനെ കറങ്ങി തുടങ്ങിയെങ്കിൽ ഇത് ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്റെ പ്രിയരെ, ഒറ്റ വാക്ക് പറഞ്ഞപ്പോ ചമയ്ക്കപ്പെട്ടതിന് ഇത്രയും ഗ്ലാമർ ആണെങ്കിൽ 1995 കൊല്ലമായിട്ട് ഒറ്റ വാക്കുകൊണ്ട് ഈ ഭൂമിയെ ചമച്ചവൻ 1995 കൊല്ലമായിട്ടും ഒരുക്കം തീരാത്തൊരു വീടുണ്ട്. അതിന്റെ ഭംഗി എത്ര വലുതായിരിക്കും. അതാണ് എന്റെ വീട്, അവിടെയാണ് എന്റെ മാന്യത, അവിടെയാണ് എന്റെ ആദരവ്, അവിടെയാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിടുതലുകൾ. അതത്രേ യോഹന്നാൻ പറയുന്നത്. യോഹന്നാന്റെ കാതിൽ കേൾക്കുന്ന ശബ്ദം വരിക, ഞാൻ കുഞ്ഞാടിന്റെ മണവാട്ടിയെ കാണിച്ചു തരാം. അവൻ എന്നെ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുചെന്നു. ഭർത്താവിനെ അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ പുതിയ യെരൂശലേം എന്ന നഗരം സ്വർഗ്ഗത്തിൽ നിറങ്ങുന്നതായി ഞാൻ കണ്ടു. ആ കാഴ്ച മതില് കണ്ടതേ, മതിലിന്റെ അടിത്തറ യോഹന്നാൻ ആത്മാവിൽ കണ്ടു. എത്ര ശ്രേഷ്ഠം! നഖവർണി പീതരത്നം ഗോമേതകം മാണിക്യം മരതകം പുഷ്യരാഗ സുഗന്ധി രത്നം. നഖവർണി പീതരത്നം ചുവപ്പ് കല്ല്. ലോകത്തിലെ ഏറ്റവും വലിയ രത്നങ്ങളെല്ലാം മതിലിന്റെ അടിത്തറ പണിതതായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് വീടിന്റെ അകത്തോട്ടൊന്ന് കേറിയപ്പോ യോഹന്നാന് പറയാൻ വാക്കില്ല. എന്താണെന്നറിയാമോ? നഖവർണിയും പീതരത്നവും നീലരത്നവും മാണിക്യവും മരതകവും എല്ലാം മതിലിന്റെ അടി പണിതു. മതിലിന്റെ അടി നീലരത്നമാണെങ്കിൽ ഫ്ലോർ എന്നതായിരിക്കും. ചിന്തിച്ചോ നിങ്ങള്? മതിലിന്റെ അടിയിൽ മാണിക്യവും മരതകവും വെച്ച് പണിതെങ്കിൽ വീടിന്റെ കട്ടളയും ജനലും ഒക്കെ എങ്ങനെയായിരിക്കും? അയ്യോ, തറയോടാണോ എന്റെ പ്രിയരെ? ഇവിടെ യോഹന്നാൻ പറയുക, പ്യുർ ഗോൾഡ്, സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമാ വഴി, വീഥികൾ, കണ്ണാടിക്കടൽ, പളുങ്ക് നദി, ജീവവൃക്ഷം, ജീവജല നദി. പിന്നെ അങ്ങോട്ട് കയറിയിട്ടേ പുള്ളിക്ക് പറയാൻ വാക്കില്ല. കാരണം പറഞ്ഞാൽ നീലരത്നത്തെക്കാൾ മേളി വേണ്ടേ പറയാൻ? ഇല്ല. സൂര്യകാന്തത്തിന്റെ മേളിൽ പറയാൻ വാക്കില്ല. പിന്നെ പുള്ളിയോട് ചോദിക്കണം, അകത്ത് എങ്ങനെയുണ്ട് യോഹന്നാനെ? ഇല്ല. ഉണ്ട്. ഇല്ല. കാണാനില്ല. എന്താണ്?
യോഹന്നാൻ പറയുന്നത് രാത്രിയില്ല കേട്ടോ. അല്ല, വെട്ടം എങ്ങനെ? സൂര്യ, അത് രാത്രിയില്ല അവിടെ. പിന്നെ വെളിച്ചം എങ്ങനെ? സൂര്യൻ വേണ്ട. പിന്നെ ഇങ്ങനെ കുഞ്ഞാട വിളക്ക് അല്ലേ? അപ്പൊ നമ്മുടെ റേഞ്ച് എങ്ങനെ? രാജാക്കന്മാരെ പോലെ. അപ്പൊ പിന്നെ ഇവിടെ തൂണിനെല്ലാം പേരുണ്ട്. പിന്നെ എങ്ങനെ? അവിടെ സ്വച്ഛസ്ഫടിക അംഗതുല്യമായ നഗരം, ഇത്രയൊക്കെ പറയാൻ പറ്റും. പിന്നെ അവിടെ രാത്രിയില്ല, ശാപമില്ല, കുഞ്ഞാട വിളക്ക്. നമ്മൾ അവന്റെ മുഖം കാണും, നമ്മൾ അവന്റെ മുഖം കാണും. പിന്നെ നമ്മൾ അവന്റെ തേജസ് നമ്മുടെ മേൽ അടിച്ചിട്ട് നമ്മൾ കണ്ണാടി പ്രതിബിംബത്തെ പ്രദർശിപ്പിക്കുന്നത് പോലെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കും. ഇനി എന്നാണെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ, നീയൊക്കെ പോയി കാണാൻ. പിടികിട്ടിയോ? ഈ വെളിപ്പാട് പൗലോസിന്റെ അകത്തേക്ക് കയറിയപ്പോ പറയുക, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഉയരെ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ട് സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം ഇതിന്റെ മീതെ ധരിപ്പാൻ വാദിച്ച് മോഹിച്ച് കാത്തിരിക്കുക. പൗലോസ് പറയുന്ന അടുത്ത പദമാണ്. അതുകൊണ്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇതല്ലേ ഒരു ക്രിസ്തു ഭക്തന്റെ തീവ്രമായ വെളിപ്പാട്. ഇന്ന് രാത്രി ദൈവസഭയുടെ വെളിപ്പാട് നിത്യതയിൽ കണക്റ്റഡ് ആണ്. ദൈവസഭ നിൽക്കുന്നത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. ദൈവസഭ ചലിക്കുന്നത് നിത്യതയുടെ ദർശനത്തിലാണ്. ഇന്ന് രാത്രി ആ നിത്യതയുടെ ദർശനം പ്രാപിച്ച് ഇവിടുന്ന് പോകാവൂ. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. അക്കരെ വീടൊരുക്കി കാത്തിരിക്കുന്ന പ്രാണനാഥൻ നമ്മെ ചേർക്കാൻ വരാൻ പോകുക.